ഈ കഥ നടക്കുന്നത് വർഷം 2267. ആദ്യം തന്നെ സ്പേസിൽ നിന്നുള്ള ഭൂമിയുടെ ഒരു വ്യൂ കാണാം. എന്ത് മനോഹരമാണല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭൂമിയിലിപ്പം ആർക്കും ജീവിക്കാൻ സാധിക്കത്തില്ല. എല്ലാവരും മരിച്ചുപോയി. എന്നാൽ കുറച്ചു പേര് ബാക്കിയുണ്ടായിരുന്നു. ഭൂമിയുടെ മുകളിലായിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് വലിയൊരു സ്പേസ് സ്റ്റേഷൻ കാണുന്നില്ലേ? അതിലാണ് ഭൂമിയിൽ ജീവനോടെ ബാക്കിയുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും താമസിക്കുന്നത്. ഇനി നമുക്ക് ഭൂമിയെ വിടാം, നേരെ ആ സ്പേസ് സ്റ്റേഷനിലേക്ക് പോവാം. ഇതുപോലത്തെ വേറെയും കുറെ സ്പേസ് സ്റ്റേഷൻസ് ഉണ്ട് കേട്ടോ. ഒരു ഭീമാകാരനായിട്ടുള്ള സ്പേസ് സ്റ്റേഷനാണിത്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനുള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സിറ്റിയുടെ ഫീലാണ്. ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം. അതിന്റെ ഉള്ളിൽ കൂടെയും ട്രാൻസ്പോർട്ടിങ് നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ പോഡുകളിലായിട്ട്. അതും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഇത്രയും ഭീമാകാരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണെങ്കിലും ഈ സ്പേസ് സ്റ്റേഷന് ഒരു പ്രശ്നമുണ്ട്. ഇത് ഓവർ ക്രൗഡഡ് ആണ്. ആൾക്കാരൊക്കെ ഞെങ്ങി ഞെരങ്ങിയാണ് അവിടെ ജീവിക്കുന്നത്. എങ്കിലും ഇവർക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതായത് ഇവരിപ്പോ ഒരു ഗ്രഹം കണ്ടെത്തി, 6 പ്രകാശവർഷ അകലെ. റിയ എന്നാണ് ആ ഗ്രഹത്തിന്റെ പേര്. സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു ലോകം എന്നാണ് അതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ എത്ര പേർക്ക് അങ്ങോട്ട് പോകാൻ പറ്റും? അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ. ഇനി കാണിക്കുന്ന ഈ സ്പേസ് സ്റ്റേഷനകത്തെ കുയിപ്പർ എന്റർപ്രൈസസ് എന്നൊരു കമ്പനിയാണ്. അവിടെ ഈ അടുത്തായിട്ട് ജോയിൻ ചെയ്തൊരു ലേഡിയാണ് നമ്മുടെ നായിക. ഇവളുടെ പേര് ലോറ. ഇവളൊരു ഡോക്ടറാണ്. അവളിപ്പോൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യം തോന്നിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ റിയ എന്ന് പറഞ്ഞ പ്ലാനറ്റ് ഉണ്ടല്ലോ, അവിടെയാണ് ഇവളുടെ സിസ്റ്ററായ അരീന ജീവിക്കുന്നത്. പക്ഷെ ലോറയ്ക്ക് അവളുടെ അടുത്തേക്ക് പോകാനുള്ള പൈസ ഇല്ല. എന്നാൽ ഈ കുയിപ്പർ എന്റർപ്രൈസസ് ഇപ്പോൾ ഉടനെ തന്നെ ഒരു മിഷന് വേണ്ടി ഒരു സ്പേസ് ഷിപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈ റിയ എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ കുറെ അടുത്തായിട്ട് ഒരു സ്റ്റേഷൻ നിർമ്മിക്കണം. സ്റ്റേഷൻ 42 എന്നാണ് അതിന്റെ പേര്. ആ സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ആ സ്പേസ് ഷിപ്പ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവള് ഡോക്ടറാണല്ലോ. ഇപ്പൊ ഇവളും കൂടെ അവരുടെ കൂടെ പോവുകയാണെങ്കിൽ റിയ എന്ന പ്ലാനറ്റിലേക്ക് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇവക്കും ഉണ്ടാവും. ഇപ്പൊ ലോറയ്ക്ക് ചുറ്റുമായിട്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർക്കൊക്കെ തീരെ വയ്യ. അങ്ങനെ അവർക്കൊന്ന് നോക്കിയതിനു ശേഷം ലോറ ഇപ്പോൾ ഒരു ഡിവൈസ് എടുത്തു, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അവള് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ മൊത്തം ഷൂട്ട് ചെയ്തിട്ട് അരീനയ്ക്ക് വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കുകയാണ്. ആ വീഡിയോയിൽ അവൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു അരീന, നമ്മുടെ ലോകത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഭൂരിഭാഗം ആൾക്കാർ മരിച്ചുപോയി. അവസാനം ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പേര് ഇപ്പൊ ഈ സ്പേസ് സ്റ്റേഷനിലാണ്. പക്ഷെ ഇവിടുത്തെ ജീവിതം അധികാലം ഉണ്ടാവത്തില്ല. കാരണം ഇപ്പൊ തന്നെ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് പകർച്ചവ്യാധികളൊക്കെ പിടിച്ചു തുടങ്ങി. എത്ര പേരാണെന്ന് അറിയോ എന്നെ മടിയിൽ കിടന്ന് മരിച്ചത്? അതുകൊണ്ട് ഞാനിപ്പം ഡോക്ടറായിട്ട് കുയിപ്പർ എന്റർപ്രൈസസിൽ ജോയിൻ ചെയ്യുന്നു. അവർ ഉടനെ തന്നെ ഒരു ഷിപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഒരു മിഷന് വേണ്ടി. 4 വർഷം അങ്ങോട്ടും 4 വർഷം ഇങ്ങോട്ടുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ ഭൂരിഭാഗം സമയം ഞാൻ ക്രയോസ്ലീപ്പിലായിരിക്കും. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചെത്തി കഴിഞ്ഞാൽ നിന്റെ അടുത്തേക്ക് വരാനുള്ള പൈസയും എനിക്കാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നീടുള്ള കാലം മുഴുവൻ റിയയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നൊക്കെയാണ് അവൾ ആ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ആ റെക്കോർഡിംഗ് ഒക്കെ തീരുമ്പോഴാണ് അവൾക്കൊരു വിളി വരുന്നത്, അവളുടെ ക്രൂവിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഉടനെ തന്നെ അവർക്ക് യാത്ര തുടങ്ങാനുള്ളതാണ്. അതിനൊരു മീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി റിയ എഴുന്നേറ്റു. ഇനിയിപ്പോൾ ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് നടന്നു ചെല്ലാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര ഭീമാകാരമായിട്ടുള്ളൊരു സെറ്റപ്പാണ്. ലിഫ്റ്റിലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടിംഗ് സെറ്റപ്പ് ഒക്കെ അതിനകത്തുണ്ട്. അതിനുള്ളിലേക്ക് കയറി നിന്നിട്ടാണ് അവളിപ്പോൾ അങ്ങോട്ട് പോകേണ്ടത്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരണം എന്ന കാര്യം എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഈ വിഷ്വൽ കണ്ടു നോക്ക്, അപ്പോൾ മനസ്സിലാവും ഈ സ്പേസ് സ്റ്റേഷൻ എത്രമാത്രം വലുതാണ് എന്ന കാര്യം ഈ ഒരൊറ്റ വിഷ്വലിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ലോറ ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റിയിൽ നിന്ന് ഇറങ്ങി അതിന്റെ ഡോർ ക്ലോസ് ചെയ്തു. എന്നിട്ട് മറ്റൊരു ഡോർ ഓപ്പൺ ചെയ്യാണ്. ഈ സമയം അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലേഡി വന്നിട്ടുണ്ട്. ഇവളുടെ പേര് ലിൻഡ. ഇവരിപ്പോ പോകാൻ പോകുന്ന സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഫസ്റ്റ് ഓഫീസറാണ് ഇവള്. അതായത് ക്യാപ്റ്റൻ കഴിഞ്ഞ 2ാമത്തെ സ്ഥാനം. അങ്ങനെ ലോറ അവളുടെ ലഗേജുമായിട്ട് ലിൻഡയുടെ കൂടെ പോയി. അതിനെ തുടർന്ന് അവരുടെ മീറ്റിംഗ് ആരംഭിച്ചു. ഈ സംസാരിക്കുന്ന ആളാണ് ഇവരുടെ ക്യാപ്റ്റൻ. ഇയാളുടെ പേര് ലാക്രോ. അയാളിപ്പോ വന്ന ഉടനെ തന്നെ അവരുടെ ക്രൂ മെമ്പേഴ്സിലെ ആൾക്കാരെയൊക്കെ ഇപ്പൊ ലോറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ഹെഡ്സെറ്റ് വെച്ച ജപ്പാൻകാരി കണ്ടില്ലേ, ഇവളുടെ പേര് യോഷിത. ഇവള് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ ഈ തൊപ്പി വെച്ച ഈ ഫ്രീക്കിനെ കണ്ടില്ലേ, കമ്മലിട്ടവൻ, ഇവന്റെ പേര് പ്രൊക്കോഫ്. ഇവൻ അധികം അങ്ങനെ സംസാരിക്കത്തില്ല എന്നാണ് ക്യാപ്റ്റൻ തന്നെ പറയുന്നത്. പിന്നെ ഈ പ്രായമായ മനുഷ്യൻ, ഇയാളുടെ പേര് വെസ്പൂക്കി. അങ്ങനെ പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ അടുത്തായിട്ട് പറയുന്നത് ഇവരുടെ യാത്രയെക്കുറിച്ചാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റേഷൻ 42 നിർമ്മിക്കാനുള്ള സാധനങ്ങളാണ് ഇവർ ആ സ്പേസ് ഷിപ്പിൽ കൊണ്ടുപോകാൻ പോകുന്നത്. ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ സ്പേസ് ഷിപ്പ് ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും. ആ സമയം എല്ലാവരും അവരുടെ ക്രയോസ്ലീപ്പിലേക്ക് കിടക്കണം. പക്ഷെ വേറൊരു പ്രശ്നം ഇവർക്കുണ്ട്. പോകുന്ന വഴിക്ക് ചില തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓൾറെഡി അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. അതാണ് ഇവർക്ക് ഇത്ര ടെൻഷൻ. ആ തീവ്രവാദികളുടെ ടീമിനൊരു പേരുണ്ട്. അതൊരു വല്ലാത്ത പേരാണ്. അത് ഞാൻ ഇവിടെ എഴുതി കാണിക്കാൻ കേട്ടോ. ഇതെന്താ വായിക്കാം? മഷീൻ സ്ട്രൂമർ, അങ്ങനെ എന്തോ ആണ്. അവന്മാർ ഇവരുടെ യാത്ര അട്ടിമറിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു പോലീസുകാരനെ കൂടെ ഇവർ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ലിൻഡ ആ പോലീസുകാരനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. ഇയാളുടെ പേര് സാമുവൽ ടെക്കർ. ഇനിയിപ്പോൾ 30 മിനിറ്റിനകം ഇവരുടെ യാത്ര തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ അവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ക്രയോ സ്ലീപ്പിന് വേണ്ടി റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അവിടെ നിന്ന് പോയി. അങ്ങനെ ക്യാപ്റ്റൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം സാമുവൽ ആ തീവ്രവാദി ഗ്രൂപ്പിനെ കുറിച്ച് ഒരു ക്ലാസ് അവർക്ക് എടുക്കുന്നുണ്ട്. അതിലൊരു വീഡിയോ ആണ് അയാൾ ഇപ്പം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. അതിൽ ഈ താടിയും മീശയൊക്കെ വെച്ച ആളെ കണ്ടില്ലേ, ഇയാളുടെ പേര് ക്ലോസ് ബ്രക്നർ. ഇയാളാണ് ആ തീവ്രവാദി ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ.
ഇവർ ഇതിനു മുമ്പ് പണിത വേറെയും കുറെ സ്റ്റേഷൻസ് ഉണ്ട്. സ്റ്റേഷൻ 20, 23, 24 അങ്ങനെ പറയുന്ന കുറെ എണ്ണം. അതിൽ ഈ സ്റ്റേഷൻ 20-ലും 23-ലും 24-ലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾ ഒരു ബോംബാക്രമണമൊക്കെ നടത്തി. അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. ഇതുവരെയായിട്ടും അയാൾ അവർക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അയാൾ ഫോട്ടോ കാണിച്ചു കൊടുത്തതിന് ശേഷം അയാളുടെ ടീമും കൂടെ ഇവർക്ക് അയച്ചൊരു വീഡിയോ മെസ്സേജും കൂടെ ആ വിഷ്വൽ കാണിക്കുന്നുണ്ട്. അതിലെ ക്ലോസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത്? മെഷീൻസിന്റെ കൂടെയോ? നമ്മൾ എന്താണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? മെഷീൻസിനെയോ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനെയും നശിപ്പിക്കണം. ഒരിക്കലും മെഷീൻസിന് അടിമയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ ആ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ സാമുവൽ ആ ഒരു വീഡിയോയും കൂടെ കാണിച്ചു കൊടുത്തതിന് ശേഷം അവർ ആ മീറ്റിംഗ് പിരിഞ്ഞു. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ലോറി ഇപ്പൊ സ്പേസ് സ്റ്റേഷനിൽ നിന്നും ഭൂമിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ സൂര്യാസ്തമയമാണ് അവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂർ കഴിഞ്ഞ് ആ ഭീമൻ സ്പേസ് ഷിപ്പ് ലോഞ്ച് ചെയ്യാണ് ആ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ. ഈ സ്പേസ് ഷിപ്പിന്റെ പേര് കസാൻഡ്ര. ഇത് കാണുന്നത് പോലെ അത്ര ചെറുതൊന്നുമല്ല കേട്ടോ. ഇതൊരു സംഭവമാണ്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അതിപ്പോ ആ സ്പേസ് സ്റ്റേഷനിൽ നിന്നും നേരെ മുകളിലേക്കാണ് പോകുന്നത്, നേരെ കുത്തനെ. ഇതേസമയം തന്നെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ ക്രയോ സ്ലീപ്പിനുള്ള ഒരുക്കത്തിലാണ്. ഇവരെല്ലാവരും ഇപ്പൊ ആ ചാമ്പറിലേക്ക് ഇരുന്നിട്ട് അവരുടെ ഉറക്കത്തിലേക്ക് പോകും. പക്ഷെ ഓരോ 8.5 മാസം കൂടുമ്പോഴും ഇതിൽ ഒരാൾ എഴുന്നേക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, സ്പേസ് ഷിപ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്ന് അറിയണമല്ലോ. അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓരോരുത്തരും ഷിഫ്റ്റ് വെച്ച് എഴുന്നേക്കുന്നത്. അങ്ങനെ ഇവരുടെ യാത്ര തുടങ്ങിയിട്ടിപ്പം 3 വർഷവും 8 മാസവുമായി. സ്പേസ് ഷിപ്പ് ഇപ്പോഴും അതിന്റെ യാത്രയിൽ തന്നെയാണ്. ഇതുവരെയായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ സമയം സ്പേസ് ഷിപ്പിന്റെ അകത്താണെങ്കിൽ എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അത് അതിന്റെ ആ കുലുക്കം കൊണ്ടുള്ള ശബ്ദങ്ങളായിരിക്കും. ഇനിയിപ്പോൾ അവർ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് ഇല്ലാണെങ്കിൽ അവിടെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എല്ലാവരും ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. എന്നാൽ നമ്മുടെ ലോറ ഇപ്പോൾ എഴുന്നേറ്റു. അവളുടെ ഷിഫ്റ്റാണിപ്പോൾ. അവൾ 4 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ സിസ്റ്ററിന് ഒരു മെസ്സേജ് അയച്ചിട്ടില്ലായിരുന്നു, ഒരു വീഡിയോ മെസ്സേജ്. അതിന്റെ റിപ്ലൈ ഇപ്പോൾ വന്നു. അത് അവള് ആ ഡിവൈസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരീന അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് ഈ ഒരു യാത്ര പുറപ്പെട്ടത്? ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട്. നിനക്കറിയാമല്ലോ ആ തീവ്രവാദി ഗ്രൂപ്പിനെ കുറിച്ച്. അവർ ഓരോ ദിവസം കൂടുന്തോറും അഗ്രസീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയം അവരുടെ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നിനക്ക് കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മെസ്സേജ് കിട്ടുകയാണെങ്കിൽ നീ ഉടനെ തന്നെ റിപ്ലൈ അയക്കി. എത്രയും പെട്ടെന്ന് നിന്നെ ഒന്ന് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അത്രമാത്രം നിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണത്. അങ്ങനെ ആ മെസ്സേജ് വായിച്ചതിന് ശേഷം ലോറയും കുറച്ച് സമയം വല്ലാത്ത വിഷമത്തോടെ അവിടെ ഇരുന്നു. കാരണം അവളും അവളുടെ സിസ്റ്ററിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നൊരു വിശ്വാസത്തിലാണ് അവൾ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ അവളുടെ എക്സസൈസ് തുടങ്ങി. എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് പിന്നീട് അവൾ ഭക്ഷണം കഴിക്കുകയാണ്. പല നിറത്തിലുള്ള ക്രീം പോലെ ഇരിക്കുന്ന എന്തോ ഭക്ഷണമാണ് അവൾ കഴിക്കുന്നത്. അങ്ങനെ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൾ നേരെ പോകുന്നത് എല്ലാവരും ഉറങ്ങുന്ന സ്ഥലത്തേക്കാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം അവിടുത്തെ കൺട്രോൾ റൂമിലേക്ക് ചെന്നിട്ട് കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന റീഡിങ്സും മറ്റൊക്കെ എഴുതിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞിട്ട് അവൾ നേരെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്നിട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം പുസ്തകം വായിച്ചിട്ട് അവൾ അടുത്തായിട്ട് പോകുന്നത് അവിടുത്തെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിടയിൽ ഇപ്പോഴും പുറകിൽ നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതുകൊണ്ട് തന്നെ ആ സ്പേസ് ഷിപ്പിന്റെ യാത്രയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും എന്നാണ് അവൾ വിചാരിക്കുന്നത്. അങ്ങനെ ആ പരിപാടി തീർത്തിട്ട് അവൾ നേരെ ചെന്നിട്ട് അവളുടെ ഡിവൈസ് എടുത്തു. എന്നിട്ട് അവളുടെ സിസ്റ്ററിന് വേണ്ടി മറ്റൊരു മെസ്സേജ് റെക്കോർഡ് ചെയ്യാണ്. ഡിയർ അരീന, നീ പറഞ്ഞ പോലെ തന്നെ ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിനക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര തണുപ്പിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്തായാലും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ചില ഫോട്ടോസൊക്കെ നിനക്ക് അയക്കുന്നുണ്ട്. അപ്പം നിനക്ക് എൻ്റെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഏകദേശം മനസ്സിലാവും. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കിവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, സുഖം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഈ ഷിഫ്റ്റ് അവസാനിക്കാൻ ഇനിയിപ്പോൾ 2 മാസമാണ് ബാക്കിയുള്ളത്. ഞങ്ങളിപ്പോൾ ഭൂമിയിൽ നിന്നും 4 പ്രകാശവർഷം അകലെയാണ്. ഇവിടെ ഒരു സ്റ്റേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ട മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാണ് ഞങ്ങൾ. അങ്ങനെ ആ സ്റ്റേഷൻ പണിതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോക്സിമ സെന്റോറിയിലേക്കുള്ള യാത്ര എളുപ്പമായിരിക്കും. ഈ പ്രോക്സിമ സെന്റോറി എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അടുത്തുള്ള സോളാർ സിസ്റ്റമായ ആൽഫ സെഞ്ചുറിയിലെ ഒരു നക്ഷത്രമാണ്. എന്തായാലും നീ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, എനിക്കൊരു കുഴപ്പവും പറ്റത്തില്ല. എനിക്ക് ഉടനെ തന്നെ നിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും. ഇത്രയും കാര്യങ്ങളാണ് അവൾ ആ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം അവൾ അരീന അയച്ച മറ്റു ചില വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 കുട്ടികളാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് അരീനയുടെ കുട്ടികളാണ്. എന്നാൽ ഈ സമയം അവളിരിക്കുന്ന റൂമിന്റെ അപ്പുറത്തെ കോറിഡോറിലൂടെ ഒരു നിഴലിങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അത് അവൾ കാണുന്നില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ ഇന്നത്തെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് വല്ലാതെ തളർന്നവിട്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവിടുത്തെ ഒരു ഡോറ് വലിച്ചടയ്ക്കുന്ന ഒരു ശബ്ദം. അത് കേട്ടത് അവൾ ഞെട്ടിപ്പോയി. ഇതാരണപ്പാ? ഈ സമയം തന്നെ ആ ക്രയോ സ്ലീപ്പിലായിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിലൊരുത്തന്നെ കൈ അനങ്ങുകയും ചെയ്തു. ഈ സമയം തന്നെ ലോറയാണെങ്കിൽ ആ ഷിപ്പിലെ കാർഗോസ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. എന്നാൽ അവിടെയൊന്നും ആരും കാണുന്നില്ല. അങ്ങനെ കുറച്ചുകൂടെ നടന്ന് അവൾ ഒരു ഏണി വഴി താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി. അവൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. കാരണം എന്താണ് അവിടെ ഉള്ളത് എന്ന കാര്യം അവൾക്ക് അറിയത്തില്ലല്ലോ. ആ ഫ്ലോറിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. നില മൊത്തം വെള്ളമാണ്. അതിലാണ് അവളിപ്പോൾ നടക്കുന്നത്. അങ്ങനെ നടന്ന് അവൾ അടുത്ത റൂമിലേക്ക് പോകാനുള്ള ഒരു ഗ്ലാസ് ഡോറിന് മുമ്പിലേക്ക് എത്തി. അതിന്റെ ഇടതുഭാഗത്തേക്കും വലിയൊരു കോറിഡോറാണ് കാണുന്നത്. എന്നാൽ അവൾ ആ ഗ്ലാസ്സിലേക്ക് നോക്കുമ്പോൾ അവിടെ മൊത്തം മഞ്ഞ് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് എന്താണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൾ പതുക്കെ ചെന്ന് ആ ഡോറിലൊന്ന് കൈവച്ചു. പെട്ടെന്നാണ് എന്തൊരു സാധനം ഡോറിലടിക്കുന്നത്. അത് കണ്ട് പേടിക്കുന്ന അവൾ തിരിഞ്ഞൊരൊറ്റ ഓട്ടം ഓടാണ്.
അങ്ങനെ വേഗം ഓടി അവൾ ആ ഏണി വഴി മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറി. എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ അവളുടെ മുമ്പിലേക്ക് വരുന്നത്. അത് ആ പോലീസുകാരനായ സാമുവലായിരുന്നു. പെട്ടെന്ന് അയാൾ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ അവൾക്ക് ഡൗട്ടായി. നീ എന്തപ്പോ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്താണ് ഇവിടെ എന്നോ നീ എന്താണ് ഇവിടെ എന്ന് ആദ്യം പറ. ഇത് കാർഗോസ് ഉള്ള ഏരിയ അല്ലേ? ഇവിടുത്തെ എയർലോക്ക് തുറന്ന് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റാണ്. ഇവിടെ വന്നപ്പം അത് നീയാണ് തുറന്നതെന്ന് മനസ്സിലായി. നീ എന്തിനാണ് ഈ ഗേറ്റ് തുറന്നത്? കാർഗോ ഏരിയയിലേക്ക് വരാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലേ? അയാൾ ആ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവള് പറയുന്നത്, ഇവിടെ താഴെ എന്തോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. ഉണ്ട്, ആ പോട്ടിന് പുറകിലായിട്ട് എന്തോ ഉണ്ട്. ഞാനതിനെ കണ്ടതാണ്, പക്ഷെ എനിക്കത് വ്യക്തമായില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാവരും ഉണർത്തിയേ പറ്റൂ. മറ്റുള്ളവർ ഉറക്കത്തില്ലല്ലേ, അവരെ എഴുന്നേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. എന്താണ് സംഭവം നീ എനിക്ക് കാണിച്ചതാ? അയാൾ അത് പറയുമ്പോൾ അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂൾസ് പ്രകാരം എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ക്യാപ്റ്റൻ ഉണർത്തണം എന്നാണ്. അതുകൊണ്ട് ഞാൻ ക്യാപ്റ്റനെ വിളിക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് അവള് ക്യാപ്റ്റന്റെ അടുത്തേക്ക് നടന്നു. സാമുവൽ അവളുടെ പുറകെ പോയി. അങ്ങനെ അവർ ചെന്നിട്ട് ക്യാപ്റ്റൻ എഴുന്നേൽപ്പിച്ചു. എന്നാൽ അയാളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അയാൾ വല്ലാത്തൊരു ദേഷ്യത്തിലാണ്. എന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ക്യാപ്റ്റൻ പറയുന്നത്, നീ പറഞ്ഞതുപോലെ താഴെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അവസാനമായിരിക്കും എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അങ്ങനെ അവർ 3 പേരും കൂടെ നേരെ പോകുന്നത് താഴത്തെ ഫ്ലോറിൽ അവൾ നേരത്തെ ചെന്ന ആ ഡോർ ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്കാണ്. ക്യാപ്റ്റൻ ഇപ്പം ആ ഡോർ തുറന്നു. ആ ഡോറിന്റെ അപ്പുറത്തായിട്ട് വലിയൊരു ഹാളാണ്. സാമുവൽ ഇപ്പോൾ ഒരു തോക്കും പിടിച്ചിട്ടാണ് അവരുടെ കൂടെ നടക്കുന്നത്. ആ ഹാളിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വെച്ചിരുന്ന 2-3 സ്യൂട്ടുകൾ അവിടെ ഇങ്ങനെ തെറിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. അത് കാണുന്ന ക്യാപ്റ്റൻ പറയുന്നത്, അത് കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇവിടുത്തെ ഓവർ പ്രഷർ കാരണം അത് തെറിച്ചു പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുത്തെ കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ലോറ നോക്കുന്നത് അവൾക്ക് മുന്നിലുള്ള ഭീമാകാരമായിട്ടുള്ള ഒരു ഡോറിലേക്കാണ്. ആ ഡോർ തുറന്ന അപ്പുറത്താണ് ഇവരുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവരുടെ കാർഗോസ്. ഈ സമയം തന്നെ ക്യാപ്റ്റൻ ആ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. അയാളിപ്പോൾ ലോറയെ വിളിച്ചു. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഈ ഷിഫ്റ്റിൽ പല തവണയായിട്ട് ഈ കമ്പാർട്ട്മെന്റിന്റെ ഡോർ തുറന്നിട്ടുണ്ട്. അതൊരു ടെക്നിക്കൽ ഫെയിലർ ആണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഭീമാകാരമായിട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്യാണ്. ആ ഡോർ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ അവിടുത്തെ ലൈറ്റുകളൊക്കെ കത്തി. ഇനിയിപ്പം അവർക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കണം. അതിനുവേണ്ടി അവരെ സ്യൂട്ട് എടുത്തിട്ടു. മാത്രമല്ല അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി പാലം പോലെ ഒരു മെറ്റലിന്റെ കഷ്ണം അവിടെ നിലത്ത് വെച്ചു. എന്നിട്ട് അതിൽ ചവിട്ടിയാണ് അവർ അപ്പുറത്തേക്ക് കടക്കുന്നത്. വളരെ വലിയൊരു ഹാളാണത്. അവിടേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ക്യാപ്റ്റൻ അവിടുത്തെ ഒരു ബട്ടൺ ഞെക്കി. അതിനെ തുറന്ന് അവർക്ക് മുമ്പിലായിട്ട് ലൈറ്റുകളൊക്കെ വന്നു. ഇപ്പൊ അതിലെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പാലം കാണാം. ആ പാലത്തിന്റെ അപ്പുറത്തായിട്ട് ഇങ്ങനെ ചതുരത്തിലുള്ള കുറെ ബോക്സുകൾ അടുക്കി വെച്ചിട്ടില്ലേ, ഇതാണ് ആ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നേഴ്സ്. ഇനിയിപ്പോൾ ആ പാലത്തിലൂടെ നടന്നിട്ട് വേണം അവർക്ക് ആ കണ്ടെയ്നേഴ്സിന്റെ അടുത്തെത്താൻ. അങ്ങനെ അവരിപ്പം ആ പാലത്തിലൂടെ നടന്ന് ആ കണ്ടെയ്നേഴ്സിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം ക്യാപ്റ്റൻ ചില നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് 9 സെക്ഷനാണ്. അതുകൊണ്ട് സാമുവൽ A മുതൽ C വരെയുള്ള സെക്ഷനിലേക്ക് പോകണം. ലോറ നേരെ D മുതൽ F വരെയുള്ള സെക്ഷനിലേക്ക് പോകും. ബാക്കിയുള്ള സെക്ഷൻസ് ഞാൻ നോക്കിക്കോളാം. എന്നാൽ ക്യാപ്റ്റൻ അത് പറഞ്ഞു കഴിയുമ്പോൾ ലോറ പറയുന്നത്, നമുക്ക് ഒരുമിച്ച് എല്ലാ ഭാഗത്തും പോയി നോക്കിയാൽ പോരെ. അവൾ ശരിക്കും പേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ അത് കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തൊക്കെയാ ലോറ ഈ പറയുന്നത്? നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് എന്നിടത്തൊക്കെ എപ്പോൾ ചെക്ക് ചെയ്ത് തീരാനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് അവർ 3 പേരും 3 വഴിക്ക് പിരിയാണ്. അവരുടെ 3 പേരുടെയും കയ്യിൽ വയർലെസ് ഉണ്ട്. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലോറ ഇപ്പം അവിടുത്തെ ഒരു കോറിഡോറിലൂടെ നടക്കാൻ തുടങ്ങി. നടക്കുന്ന സമയത്ത് അവൾ ഓരോ കമ്പാർട്ട്മെന്റും ചെക്ക് ചെയ്യുന്നുണ്ട്. ആ പരിശോധനയിൽ അതെല്ലാം ലോക്ക്ഡാണ്. അങ്ങനെ ആ കോറിഡോറിന്റെ അവസാനത്തേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ അവൾ കാണുന്നത് വലിയൊരു കോണിയാണ്. നല്ല താഴ്ചയിലേക്കാണ് പോയിരിക്കുന്നത്. ഇനിയിപ്പം ആ കോണിയിൽ കയറി അവൾക്ക് നേരെ മുകളിലേക്ക് പോകണം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൾ ആ കോണിയിൽ അള്ളിപ്പിടിച്ച് നേരെ മുകളിലേക്ക് കയറാണ്. അങ്ങനെ അതിലെ വലിഞ്ഞു കയറി അടുത്ത സെക്ഷന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. വലിയൊരു കൊക്ക പോലെ നല്ല താഴ്ചയുണ്ട് അങ്ങോട്ട്. അതിലെല്ലാം ഇങ്ങനെ റെയിലുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റെയിലുകളിലൂടെയാണ് ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ മൂവ് ചെയ്യിക്കുന്നത്. ഇനിയിപ്പോൾ ലോറയ്ക്ക് അതിലെ നടക്കണം എന്നുണ്ടെങ്കിൽ ആ കണ്ടെയ്നേഴ്സിന്റെ അടുത്തായിട്ട് ചെറിയൊരു വഴിയുണ്ട്. അതിലെ പിടിച്ച് പതുക്കെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് വീഴും. അതാണ് സ്ഥിതി. അങ്ങനെ അവിടെ ഒന്ന് പരിശോധിച്ചിട്ട് അവൾ വയർലെസ് വഴി ബാക്കിയുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു. ഇതുവരെ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളവരുടെ കാര്യം അത് തന്നെയാണ്. അവരും ഇതുവരെ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് സെർച്ച് കണ്ടിന്യൂ ചെയ്യും എന്നാണ് ക്യാപ്റ്റൻ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അതിനെ തുടർന്ന് അവൾ ആ ഇടുങ്ങിയ വഴിയിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അവൾ ഒരു അലർച്ച കേൾക്കുന്നത്. അവൾ നോക്കുമ്പോൾ അത് ക്യാപ്റ്റനാണ്. അയാളിപ്പോൾ മോളിൽ നിന്നും വളരെ വേഗത്തിൽ താഴേക്ക് വീണു. ആരോ പിടിച്ച് തള്ളിയിട്ട പോലെ. അത് കണ്ടതും അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ അവൾ വേഗം തന്നെ വയർലെസ് എടുത്ത് സാമുവലിനെ വിളിച്ച കാര്യം പറഞ്ഞു. അതിനുശേഷം അവൾ വേഗം താഴേക്ക് ഇറങ്ങാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ അയാൾ താഴെ വീണ് നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ 2 പേരും താഴെ വീണ് നടക്കുന്ന ക്യാപ്റ്റന്റെ അടുത്തേക്ക് എത്തി. അയാൾക്ക് അനക്കമൊന്നുമില്ല. ആ കാഴ്ച കണ്ട് സാമുവലാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഇപ്പൊ അവർ നിൽക്കുന്ന സ്ഥലം നല്ല തണുപ്പാണ്. അതുകൊണ്ട് അധിക സമയം അയാൾ അവിടെ കിടത്താൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് ഇയാളെയും കൊണ്ട് പുറത്തേക്ക് പോകണം എന്നാണ് ലോറ പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ ഭീമാകാരമായിട്ടുള്ള ഡോറിന്റെ അവിടെ അലാറം അടിക്കുന്നത്. അതിപ്പോൾ അടയും. അതിനു മുമ്പേ അവർക്ക് പുറത്തേക്ക് കിടക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരതിനകത്ത് പെട്ടുപോകും. അതുകൊണ്ട് തന്നെ അവർ വേഗം അയാളെയും പൊക്കിയെടുത്തിട്ട് ആ പാലത്തിലൂടെ ഓടാൻ തുടങ്ങി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഡോർ അടഞ്ഞു. പക്ഷേ അവരതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി മെറ്റലിന്റെ വലിയൊരു കഷ്ണം അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചതിപ്പോൾ ഭാഗ്യമായി. ആ ഡോർ ഇപ്പം അതിലിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്.
പക്ഷെ ആ മെറ്റലിന്റെ കഷ്ണത്തിനേക്കാളും ഒരു 100-150 ഇരട്ടി സൈസ് ഉണ്ടാവും വാതിലിന്. അതുകൊണ്ട് അധിക സമയം അത് താങ്ങത്തില്ല. അങ്ങനെ അവരങ്ങോട്ട് ഓടിയെത്തുമ്പോഴേക്കും ആ ഡോർ ഇങ്ങനെ അടയുന്നത് കാരണം ആ മെറ്റലിന്റെ കഷ്ണം ഇങ്ങനെ വളയാൻ തുടങ്ങി. അതിപ്പം മുഴുവനായിട്ട് അടയും. പക്ഷെ അതിനു മുമ്പ് തന്നെ അവരങ്ങോട്ട് ഓടിയെത്തി. അങ്ങനെ ആ വാതിൽ പൂർണ്ണമായിട്ട് അടയുന്നതിന് മുമ്പ് തന്നെ അവരപ്പുറത്തേക്ക് കയറാണ്. അതോടൊപ്പം തന്നെ ആ വാതിൽ ക്ലോസ് ആവുകയും ചെയ്തു. അങ്ങനെ അവർ ക്യാപ്റ്റനെ താഴെ കിടത്തിയിട്ട് അയാൾക്ക് CPR കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അതൊക്കെ കണ്ട് വളരെ സങ്കടത്തിൽ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. ഇനിയിപ്പോൾ സ്പേസ് ഷിപ്പിന്റെ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ ഒന്നും അറിയാതെ അതിന്റെ യാത്രയിൽ തന്നെയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവരിപ്പം ഉറങ്ങിക്കൊണ്ടിരുന്ന ബാക്കി എല്ലാവരും ഉണർത്തി. ഇപ്പൊ ക്യാപ്റ്റൻ മരിച്ചല്ലോ, അതുകൊണ്ട് അടുത്ത ഇൻചാർജ് നമ്മുടെ ലിൻഡയാണ്. അവൾ ആ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം ചില കാര്യങ്ങളൊക്കെ എല്ലാവരുടെ അടുത്തായിട്ട് പറയാണ്. അതായത് പ്രൊക്കോഫിന്റെ അടുത്തും വെസ്പൂക്കിയുടെ അടുത്തും ആ ഡോറിന്റെ കംപ്ലൈന്റ് ഫിക്സ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആ കാർഗോ കമ്പാർട്ട്മെന്റ് സീൽ ചെയ്യണം. അതാണ് അവർക്ക് അവൾ കൊടുക്കുന്ന നിർദ്ദേശം. യോഷിയുടെ അടുത്ത് പറയുന്നത് കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. ലോറയുടെ അടുത്ത് അവൾ പറയുന്നത് ക്യാപ്റ്റന്റെ ബോഡി അനലൈസ് ചെയ്ത് എങ്ങനെയാണ് അയാൾ മരിച്ചതെന്ന് കണ്ടുപിടിക്കണം. അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലിൻഡ അവിടുന്ന് പോയി. ഈ സമയം ഒന്നും മിണ്ടാതെ നമ്മുടെ പോലീസുകാരൻ അവിടെ നിൽക്കുന്നുണ്ട്, സാമുവൽ. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം പ്രൊക്കോഫ് അവനെ വല്ലാത്തൊരു നോട്ടം നോക്കി. ഇനി ഇവൻ എന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. എന്നാൽ സാമുവൽ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ലിൻഡ ഇപ്പൊ ക്യാപ്റ്റന്റെ ബോഡിയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അയാളുടെ നെഞ്ചിന്റെ ഭാഗം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 2-3 വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തലയിലും ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതെല്ലാം അത്രയും ഉയരത്തിൽ നിന്ന് വീണത് കാരണം സംഭവിച്ചതാണ്. താഴെ വീണ് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോഴാണ് അവളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുന്നത്. അയാളുടെ കണ്ണിന്റെ പുറകിലായിട്ട് എന്തോ ഒരു സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ അവൾക്ക് ഡൗട്ടായി. അങ്ങനെ അവൾ വേഗം തന്നെ അയാളുടെ കണ്ണ് വെളിയിലേക്ക് എടുത്തിട്ട് അതെന്താണ് സാധനം എന്ന് ചെക്ക് ചെയ്യുകയാണ്. അത് പരിശോധിച്ച് കഴിഞ്ഞപ്പം അതൊരു ക്യാമറയാണ്. അവൾ ഉടനെ തന്നെ സാമുവലിനെ വിളിച്ച് അതിൽ റെക്കോർഡായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അത് നേരത്തെ ക്യാപ്റ്റൻ ആ കാർഗോ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു. അതിലൊരു കണ്ടെയ്നർ തുറന്നിട്ട് അയാൾ അകത്തേക്ക് കയറിയിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് എന്താണുള്ളത് എന്നൊക്കെ അവർക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അവിടെ വലിയൊരു ബോക്സിലായിട്ട് ബയോ ഹസാർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു വിഷ്വൽ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അല്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അവരെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ഈ സമയം തന്നെ യോഷിതയാണെങ്കിൽ അവളുടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി രണ്ടുപേരും ആണെങ്കിൽ ആ ഡോറിന്റെ അടുത്തിരിക്കുകയാണ്, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി. ഈ സമയം സാമുവലും ലോറിയും അങ്ങോട്ട് വന്നു. അവരിപ്പോ ആ കമ്പാർട്ട്മെന്റ് പരിശോധിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവർ വേഗം തന്നെ നേരത്തെ ക്യാപ്റ്റൻ കയറിയ കമ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് എത്തി. പക്ഷെ അത് തുറക്കണം എന്നുണ്ടെങ്കിൽ ക്യാപ്റ്റന്റെ ആക്സസ് കാർഡ് വേണം. അത് അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അത് വെച്ചിട്ട് അതിന്റെ ഡോർ തുറന്നിട്ട് അവരകത്തേക്ക് കയറി. അതിന്റെ ഉള്ളിലെ കാഴ്ച അവർ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം ഒരുപാട് ബോർഡുകളാണ് അതിനകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. എല്ലാം കുറെ വയറുകളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ ഒരു ബോർഡിന്റെ അടുത്തേക്ക് ഇരുന്ന് അതിന്റെ മുകളിലെ ഗ്ലാസ്സിലെ ഐസൊക്കെ മാറ്റി നോക്കി. അതിനുള്ളിലെ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ആ ബോർഡിനകത്തുണ്ടായിരുന്നത് ഒരു ചെറിയ പെൺകുട്ടിയാണ്. അത് കണ്ടപ്പോൾ തന്നെ അപ്പൊ എല്ലാ കണ്ടെയ്നേഴ്സിന്റെ അകത്തും മനുഷ്യരാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം പ്രൊക്കോഫും വെസ്പൂക്കിയും ആ ഡോർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സാമുവല് അവർ വയർലെസ്സിൽ വിളിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എല്ലാം പറഞ്ഞു. അങ്ങനെ അവരവരുടെ അടുത്തേക്ക് എത്തിയതിനെ തുടർന്ന് അവർ ആ പെൺകുട്ടിയുടെ കണ്ടെയ്നർ എടുത്തുകൊണ്ട് തിരിച്ചു നടക്കുകയാണ്. എന്നാൽ അതിൽ നടക്കുന്ന സമയത്താണ് അവിടെ ഒരു അലാറം അടിക്കുന്നത്. ഇതെന്താണ് സംഭവം എന്ന് വിചാരിച്ചിട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. അവിടെയുള്ള ആ റെയിലുകളുണ്ടല്ലോ, ആ കണ്ടെയ്നേഴ്സ് ഒക്കെ ആ റെയിലുകളിലൂടെ മൂവ് ആവാൻ തുടങ്ങി. ഓരോന്നോരോന്നായിട്ട് അതിങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന ഭാഗത്തെ കണ്ടെയ്നേഴ്സ് മൂവ് ആവാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അവർ നേരെ താഴേക്ക് വീഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ ആ ബോക്സ് എടുത്തിട്ട് അപ്പുറത്തേക്ക് പോയി. എന്നാൽ ഈ സമയം ലോറയാണെങ്കിൽ ആ കണ്ടെയ്നേഴ്സ് ഇങ്ങനെ മൂവ് ആവുന്ന നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് നീ എന്താണ് അവിടെ ചെയ്യുന്നത്, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞിട്ട് സാമുവൽ വിളിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും അവൾ നിൽക്കുന്ന ആ ഭാഗത്തെ കണ്ടെയ്നർ മൂവ് ആവാൻ തുടങ്ങി. അത് കണ്ടതും അവൾ അപ്പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം. എന്നാൽ അവൾക്ക് പിടുത്തം കിട്ടിയത് അപ്പുറത്തെ കണ്ടെയ്നറിലാണ്. അവൾ അതിലിങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ആ കണ്ടെയ്നർ മൂവ് ആവാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവളുടെ മുമ്പിൽ ആകെ ഒരൊറ്റ വഴിയുള്ളൂ. അതിന് ഏണി വഴി നേരെ മുകളിലേക്ക് കയറാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ അവൾ ആ ഏണി വഴി കയറാൻ തുടങ്ങി. മുകളിലേക്ക് എത്തുമ്പോഴേക്കും സാമുവൽ അങ്ങോട്ട് വന്നിട്ട് അവളെ പിടിച്ച് മുകളിലേക്ക് കയറ്റുകയും ചെയ്തു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ പോഡ് അവരിപ്പോൾ ലോറയുടെ ക്ലിനിക്കൽ റൂമിലേക്ക് എത്തിച്ചു. ഇതെല്ലാം കാണുമ്പോൾ എന്താണ് ഇവിടെ സംഭവം എന്ന് ചോദിച്ചിട്ട് ലിൻഡ അങ്ങോട്ട് വന്നു. അവളെ കാണുമ്പോൾ ലോറ ഇപ്പൊ കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറയാണ്. അതായത് ഇവരിപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മനുഷ്യരാണെന്ന്. അതെല്ലാം കേൾക്കുമ്പോൾ ലിൻഡ പറയുന്നത് അതിന് നമുക്കെന്താണ്, ഇത് കമ്പനിയുടെ ബിസിനസ് അല്ലേ, കാർഗോ എന്താണ് സംഭവം എന്ന് ചെക്ക് ചെയ്യേണ്ടതൊന്നും നമ്മളുടെ ഡ്യൂട്ടിയല്ല. എന്നാൽ അത് കേൾക്കുമ്പോൾ പ്രൊക്കോഫ് വിട്ടുകൊടുക്കുന്നില്ല. നമ്മുടെ ക്യാപ്റ്റൻ മരിച്ചത് നിങ്ങളും കണ്ടല്ലേ, എന്നിട്ടാണ് നിങ്ങൾ ഈ വർത്തമാനം പറയുന്നത്. ക്യാപ്റ്റൻ മരിച്ചതും ഈ പോടും തമ്മിൽ എന്താണ് ബന്ധം, അയാൾ അതിന്റെ മോളിൽ നിന്ന് വീണ്ടും മരിച്ചതല്ലേ. ലിൻഡ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അതിന് മറുപടി പറയുന്നത് ലോറയാണ്. ഒരുപക്ഷെ അത് ശരിയായിരിക്കും, പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് ആ കണ്ടെയ്നേഴ്സ് എല്ലാം മൂവ് ആവാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും താഴെ വീണ് മരിച്ചുകൊണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആ കണ്ടെയ്നേഴ്സിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. കണ്ടെയ്നേഴ്സ് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് മരവിച്ചു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഇന്റർവെൽ വെച്ച് ആ കണ്ടെയ്നേഴ്സ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. അല്ലാതെ അതാരും മനഃപൂർവ്വം നീക്കിയതല്ല എന്നാണ് ലിൻഡ പറയുന്നത്. എന്നാൽ ലിൻഡ അങ്ങനെ പറഞ്ഞിട്ടും ലോറ വിട്ടുകൊടുക്കുന്നില്ല. മറ്റാരോ ഈ ഷിപ്പിനകത്തുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അയാളാണ് ക്യാപ്റ്റനെ കൊന്നതും ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. അവൾ അത് പറഞ്ഞു കഴിയുമ്പോൾ സാമുവൽ ഇപ്പൊ ലിൻഡയുടെ അടുത്ത് ചോദിക്കുന്നത് ഈ കണ്ടെയ്നേഴ്സിന്റെ അകത്തൊക്കെ മനുഷ്യരായിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ്. പക്ഷെ അതിനൊരു മറുപടി ലിൻഡ പറയുന്നില്ല.
നിങ്ങൾ വേഗം ഈ പോഡ് തിരിച്ചു കൊണ്ടുവച്ചേ എന്നാണ് ലിൻഡോ പറയുന്നത്. പക്ഷെ ലോറ സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ്, ഈ ഷിപ്പിലെ ആളുകളുടെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്, അതുകൊണ്ട് എനിക്ക് ഈ പെൺകുട്ടിയെ ചെക്ക് ചെയ്തേ പറ്റൂ എന്നാണ് ലോറ പറയുന്നത്. അത് കേൾക്കുമ്പോൾ സാമുവൽ ഇത് ശരിവെച്ചു. സാമുവൽ ഇപ്പോൾ പറയുന്നത് ലോറ അവളുടെ കാര്യം നോക്കട്ടെ, അവൾ ആ പെൺകുട്ടിയെ പരിശോധിച്ചോളൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഈ ഷിപ്പിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യം ഞാനൊന്ന് പോയി ചെക്ക് ചെയ്യട്ടെ. ഒരുപക്ഷെ ക്യാപ്റ്റന്റെ മരണത്തിന് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലോ. അവൻ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യും എന്നും പറഞ്ഞിട്ട് ലിൻഡ അവിടുന്ന് പോയി. അങ്ങനെ ലോറ ഇപ്പോൾ ഒരു സ്കാനർ വെച്ചിട്ട് ആ പെൺകുട്ടി കിടക്കുന്ന പോഡുണ്ടല്ലോ അത് സ്കാൻ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം നോക്കിക്കൊണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് നമ്മുടെ സാമുവലും നിൽക്കുന്നുണ്ട്. അവൾ ആദ്യം സ്കാൻ ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ തലയാണ്. അവളുടെ ബ്രെയിനിലായിട്ട് എന്തോ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്ന കാര്യം ആ സ്കാനിങ്ങിലൊക്കെ മനസ്സിലായി. ഒരു പക്ഷേ അത് ക്രയോസ്ലീപ്പിലുണ്ടായ കോമ കാരണം സംഭവിച്ചതായിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോഴത്തെ സ്കാനിങ്ങൾ അവൾ എത്തുന്നത്. ഈ ഒരു കാര്യമല്ലാതെ ആ പോഡ് സ്കാൻ ചെയ്തപ്പം അവൾക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ആ പോഡ് തുറന്നിട്ട് ആ കുട്ടിയെ പുറത്തേക്ക് എടുത്തിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്യണം. ഈ സമയം എന്തെങ്കിലും കണ്ടെത്തിയോ എന്ന് സാമുവൽ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എനിക്ക് കുറച്ച് സമയം കൂടെ വേണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും നിന്നെ സഹായിക്കാമെന്നും പറഞ്ഞിട്ട് അവനും അവളുടെ കൂടെ കൂടി. ഈ സമയം തന്നെ യോഷിതയാണെങ്കിൽ ആ കമ്പ്യൂട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്യാണ്. അതിനിടയിലാണ് ലിൻഡ അങ്ങോട്ട് വരുന്നത്. ലിൻഡ ഇപ്പോൾ യോഷിത എടുത്ത് പറയുന്നത് നീ ആ സാമുവലിന്റെ ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് ശരിക്കൊന്ന് ചെക്ക് ചെയ്യട്ടോ. അവന്റെ നിൽപ്പിലും വർത്തമാനത്തിലൊക്കെ എന്തൊരു പന്തികേട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവൻ എന്തോ ഉടായ്പ് കാണിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് നീ ആദ്യം അവനെ കുറിച്ച് ചെക്ക് ചെയ്യ് എന്നാണ് ലിൻഡ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ പോഡിന്റെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ലോറയും സാമുവലും അവിടെ ഒരു സ്ഥലത്തിരിക്കുകയാണ്. ഈ സമയം ലോറ സാമുവലിന്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മളിപ്പോൾ പോകുന്ന സ്റ്റേഷൻ 42 ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നിനക്ക് എന്താ അറിയാം? നിനക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ എനിക്കും അറിയുള്ളൂ. ആ സ്റ്റേഷനിൽ ആരും തന്നെ ഇല്ല. അതൊരു ട്രാൻസ്പോർട്ട് ഹബ്ബാക്കി മാറ്റാൻ പോവാണ്. അതായത് പ്രോക്സിമ സെന്റോറിയിലേക്ക് പോകാനുള്ള ഒരു ട്രാൻസ്പോർട്ടിംഗ് ഹബ്ബ്. ആ സ്റ്റേഷൻ അങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രോക്സിമ സെന്റോറിയിലേക്കുള്ള യാത്രയ്ക്ക് എളുപ്പമായിരിക്കും. അത്രയും പറഞ്ഞതിന് ശേഷം അവനിപ്പോൾ അവളുടെ അടുത്ത് ചോദിക്കുന്നത് അല്ല നീ എന്തിനാണ് ഈ മിഷൻ ഇറങ്ങി പുറപ്പെട്ടതെന്നാണ്. ഓ അതോ, അത് മറ്റൊന്നുമല്ല, എനിക്കൊരു സിസ്റ്റർ ഉണ്ട് അരീന. അവളിപ്പോൾ ജീവിക്കുന്നത് റിയ എന്ന് പറയുന്ന ഗ്രഹത്തിലാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് അവൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ടിക്കറ്റ് കിട്ടി. ഇനിയിപ്പോൾ എനിക്കും അവളുടെ അടുത്തേക്ക് പോകണം. പക്ഷെ എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ മിഷനിൽ ചേർന്നത്. അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. പകരം അവൻ അവളിൽ നിന്ന് കിസ് ചെയ്യാണ്. അവന്റെ ആ ഒരു പ്രവൃത്തി അവൾ തീരെ പ്രതീക്ഷിച്ചല്ല. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ സമയം പ്രൊക്കോഫും വെസ്പൂക്കിയും ആ ഡോർ ശരിയാക്കാനുള്ള ശ്രമത്തിലാണ്. അതിന് ഇനി ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ആ പണി നടക്കുന്നതിനിടയിൽ ആ കമ്പാർട്ട്മെന്റിനകത്തുനിന്ന് പല തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്ക് പേടിയാവുകയും ചെയ്തു. പക്ഷേ ആ കമ്പാർട്ട്മെന്റ്സ് ഇങ്ങനെ മൂവ് ആവുന്നുണ്ടല്ലോ, അതിന്റെ ശബ്ദമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ പിന്നെ അവരുടെ പണി തുടർന്നു. അങ്ങനെ ലോറയും സാമുവലും ആ പെൺകുട്ടിയുടെ പോഡ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ലോറ ഇപ്പം അവൾ സ്കാൻ ചെയ്യാണ്. ആദ്യം അവൾ സ്കാൻ ചെയ്യുന്നത് ആ കുട്ടിയുടെ ബ്രെയിൻ ആണ്. എന്നാൽ ഇപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ ക്രയോസ്ലീപ്പിന്റെ പ്രശ്നമല്ല അവിടെ കാണിക്കുന്നത്. അവളുടെ ബ്രെയിനകത്ത് ഓർഗാനിക് അല്ലാത്ത മറ്റൊരു സാധനമുണ്ട്. മാത്രമല്ല അവളുടെ സ്പൈനിലായിട്ട് ഒരു വിർച്വൽ റിയാലിറ്റിയുടെ പോർട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. VR പോർട്ടോ? അപ്പൊ ഇവളുടെ ശരീരത്തിലേക്ക് ഒരു VR കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവളുടെ ബ്രെയിനിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കും കാണാൻ പറ്റുമല്ലോ. അവൻ ആ ചോദ്യം കേൾക്കുമ്പോൾ അത് പറ്റും, പക്ഷെ അത് ഇവളുടെ ശരീരത്തിന് ഡേഞ്ചറസ് ആണ്. ചിലപ്പോൾ അവളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കും. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കണ്ട എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്നാ പിന്നെ ഓക്കെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ഈ കണ്ടെത്തിയ കാര്യമുണ്ടല്ലോ അത് നമുക്കിടയിൽ നിന്നാ മതി, വേറെ ആരോടും നീ തൽക്കാലം പറയണ്ട എന്നാണ് അവൻ പറയുന്നത്. അവളത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സാമുവൽ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൾ അവളുടെ ക്യാമറ എടുത്തു. അവളുടെ സിസ്റ്ററിന് അയച്ചു കൊടുക്കാൻ വേണ്ടി വീണ്ടും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. അതിൽ അവൾ പറയുന്നത് ആ പെൺകുട്ടിയെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെയാണ്. ഇതേസമയം തന്നെ ആ യോഷിതയാണെങ്കിൽ സാമുവലിനെ കുറിച്ചിട്ടുള്ള ചില ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തി. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ലോറ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവളുടെ ആ ഡിവൈസിൽ അരീനയുടെ മെസ്സേജ് വരുന്നത്. വളരെ സന്തോഷത്തോടെ തന്നെ അവൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തു. അതിൽ അരീന പറയുന്നത് എന്തായാലും നീ ജീവനോടെ ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. നീ എന്തായാലും എത്രയും പെട്ടെന്ന് വാ, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ റൂം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നീ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് ആരാണ്, അവളെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് നിനക്ക് കിട്ടിയോ എന്നൊക്കെ അരീന അതിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ മെസ്സേജ് കണ്ടു കഴിയുമ്പോഴാണ് അവൾക്കൊരു ഡൗട്ട്, ഒരു സംശയം. കാരണം സാധാരണ അരീനയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൾക്ക് റിപ്ലൈ കിട്ടാറുള്ളത്. ഇതിപ്പോൾ 20 മിനിറ്റോട് റിപ്ലൈ വന്നു. അതെന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ നേരെ പോകുന്നത് സാമുവലിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവൾ സാമുവലിന്റെ അടുത്ത് പെട്ടെന്ന് മെസ്സേജിന് റിപ്ലൈ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ അതൊക്കെ കേട്ട് സാമുവൽ ആണെങ്കിൽ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. ഈ സമയത്താണ് അവൾക്കൊരു ഡൗട്ട്. അല്ല, നീ കുറച്ചു മുമ്പ് എന്നോട് ആ വിർച്വൽ റിയാലിറ്റിനെ കുറിച്ച് ചോദിച്ചില്ലേ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിനക്കറിയുന്നത്? സത്യം പറ, നീ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടല്ലോ, നീ യഥാർത്ഥത്തിൽ ആരാണ്? എന്നാൽ അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവൻ അതിലൊരു മറുപടി പറയുന്നില്ല. അതിന് പകരം അവൻ അവളെ ഒന്നുകൂടെ കിസ് ചെയ്യാണ്. അതിൽ ഇത്തവണത്തെ കിസ്സിങ്ങിൽ അവൾ വീണു. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ലിൻഡ ഇപ്പം ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഷിതയുടെ ആ ചെക്കിങ്ങിൽ അവരിപ്പോൾ പുതിയൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സാമുവൽ പല തവണയായിട്ട് ആ ക്രയോസ്ലീപ്പിൽ നിന്ന് എഴുന്നേറ്റു. അതിൽ നിന്നും അവൻ എന്തോ ഒരു ഉടായ്പ് കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് കൺഫേമായി. ആ കാര്യമൊക്കെ ലിൻഡ പറയുമ്പം സാമുവൽ ആണെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിയുന്നുണ്ട്. ഈ ഷിപ്പ് ചെക്ക് ചെയ്യുന്നത് എന്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ടാണ് പലതവണ ഞാൻ എഴുന്നേറ്റ് നോക്കേ. എന്നാൽ ലിൻഡ അത് വിശ്വസിക്കുന്നില്ല. അവൾ ഉടനെ തന്നെ തോക്കെടുത്തിട്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ ഇടാണ്.
എന്നാൽ ഈ സമയം സാമുവൽ ആണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് തോക്ക് ഇങ്ങോട്ട് തട്ടിയെടുത്തു. എന്നാൽ അടുത്ത സെക്കൻഡിൽ യോഷിതയാണെങ്കിൽ അവൻ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രൊക്കോഫും വെസ്പൂക്കിയും വന്നിട്ട് അവന് പിടിച്ചു കെട്ടാണ്. ഈ സമയം ലിൻഡ അവരോട് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവൻ ആ സ്ലീപ്പിംഗ് പോഡിലേക്ക് ഇടാനാണ്. എന്നാൽ ലിൻഡ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലോറ എതിർത്തു. കാരണം ഇപ്പൊ നടന്ന ഫൈറ്റിൽ അവനെ നെറ്റി പൊട്ടി ചോര വരുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അവൻ ആ ക്രയോപോഡിനകത്തേക്ക് കടത്തി കഴിഞ്ഞാൽ അതിനകത്ത് ആ ലിക്വിഡ് ഉണ്ടല്ലോ അത് കണ്ടാമിനേറ്റ് ആവും. അങ്ങനെ വരുമ്പോൾ ഇവൻ ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ മുറിവൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിനകത്തേക്ക് കിടത്തിയാൽ മതി എന്നാണ് ലോറ പറയുന്നത്. ലിൻഡ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ലോറ സാമുവലിനെ അവളുടെ ക്ലിനിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ആ മുറിവൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഈ സമയം അവനാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം അവളാണല്ലോ ഇപ്പൊ അവനെ രക്ഷിച്ചത്. അവൻ അതിനെക്കുറിച്ചൊക്കെ അവളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അവൾ മിണ്ടാത്തതിന്റെ കാരണം മറ്റുള്ളവരെ പോലെ തന്നെ അവനും എന്തോ ഉടായ്പ് കാണിക്കുന്നുണ്ട് എന്ന കാര്യം അവൾക്കും വിശ്വാസമായി. അങ്ങനെ ആ മുറിവൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ സാമുവൽ അവൾ വിളിച്ചു. എന്നിട്ട് അവൻ പറയുന്നത്, നീ വിചാരിക്കുന്ന പോലെ നമ്മൾ സ്റ്റേഷൻ 42-ലേക്കല്ല പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് റിയ എന്ന ഗ്രഹത്തിലേക്കാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ അവൾക്ക് വലിയ ഭാവമാറ്റൊന്നുമില്ല. ഒന്നും മിണ്ടാതെ അവൾ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ പ്രൊക്കോഫും വെസ്പൂക്കിയും കൂടെ സാമുവലിനെ ക്രയോപോഡിനകത്തേക്ക് കിടത്തി. അതിനുശേഷം ആ പോഡ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഈ സമയം തന്നെ ലോറയാണെങ്കിൽ അവളുടെ ക്ലിനിക്കൽ റൂമിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് യോഷിത് അങ്ങോട്ട് വരുന്നത്. അവക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ലോറ അവളോട് ചോദിക്കുന്നത്, നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ആ സ്റ്റേഷൻ 42-ലേക്ക് തന്നെയാണോ പോകുന്നതെന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിനക്ക് കണ്ടെടുക്കാൻ പറ്റുമോ എന്നാണ് ലോറ ചോദിക്കുന്നത്. യോഷിതയ്ക്ക് ഓൾറെഡി ഡൗട്ട് ആയതുകൊണ്ട് അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ യോഷിത് അവളുടെ കമ്പ്യൂട്ടർ എടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ പരിശോധനയ്ക്കൊക്കെ ശേഷം അവൾ നേരെ ലോറയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പറയാണ്. നീ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. നമ്മൾ സ്റ്റേഷൻ 42-ലേക്കല്ല പോകുന്നത്. പക്ഷെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽസ് മാത്രം പ്രൊട്ടക്റ്റഡ് ആണ്. എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നാണ് യോഷിത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ലോറയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു പേടിയാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? കുറച്ചു സമയം എന്തോ ആലോചിച്ചതിന് ശേഷം അവൾ അടുത്തായിട്ട് ചോദിക്കുന്നത്, റിയ എന്ന് പറഞ്ഞ ഗ്രഹത്തിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും അത് അവിടെ റിസീവ് ആവാൻ? അതിന് വർഷങ്ങളെടുക്കും എന്നാണ് യോഷിത പറയുന്നത്. യോഷിത അങ്ങനെ പറയുമ്പോൾ, അപ്പൊ 20 മിനിറ്റ് കൊണ്ട് എന്റെ സിസ്റ്റർ എനിക്ക് റിപ്ലൈ എന്നല്ലോ, അതെങ്ങനെ സംഭവിക്കും? അതേക്കിപ്പോ യോഷിതയ്ക്ക് ഡൗട്ടായി. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ ലിൻഡയും നമ്മളുടെ അടുത്ത് ഉടായ്പ് കളിക്കുകയാണ് എന്നാണ് യോഷിത പറയുന്നത്. അങ്ങനെ ഡിന്നറിന് സമയമായി. ഇപ്പൊ ലോറയും പ്രൊക്കോഫും വെസ്പൂക്കിയും കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ അവരൊരു പാർട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നല്ല, ആ ഡോറിന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ അവർ സോൾവ് ചെയ്തു. അതിന്റെ ഒരു സന്തോഷമാണ്. ഈ സമയം യോഷിതയാണെങ്കിൽ അവിടുത്തെ സെർവർ ഹാക്ക് ചെയ്തിട്ട് അവളുടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവളുടെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അതിനെ തുറന്ന് അവൾ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. പിന്നീട് ലോറയും കൂട്ടരും കേൾക്കുന്നത് യോഷിതയുടെ നിലവിളിയാണ്. പക്ഷെ വേറെയും ശബ്ദങ്ങൾ അവിടെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നിലവിളിയാണ് എന്ന കാര്യം ലോറയ്ക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ളവര് അത് മറ്റെന്തോ ആണെന്നാണ് വിചാരിക്കുന്നത്. അവരത് ലോറയുടെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ ലോറയ്ക്ക് സംശയം അത് യോഷിതയുടെ നിലവിളി തന്നെയാണോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് കോഫി കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവളൊരു കപ്പ് കോഫി എടുത്തിട്ട് യോഷിതയുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ആ സെർവറിന്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ യോഷിത അവിടെ കാണുന്നില്ല. പിന്നെ അവളിത് എവിടെ പോയി എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുകളിൽ നിന്നും യോഷിതയുടെ ബോഡി താഴേക്ക് വീഴുന്നത്. അവളിപ്പോൾ മരിച്ചിരിക്കുകയാണ്. അത് കാണുന്ന ലോറയ്ക്കൊന്ന് ഞെട്ടലായിരുന്നു. അങ്ങനെ അവൾ ഉടനെ തന്നെ കാര്യങ്ങൾ ബാക്കി എല്ലാവരും അറിയിച്ചു. അതിനെ തുറന്ന് അവർ നേരെ പോകുന്നത് സാമുവലിന്റെ ആ ക്രയോപോഡിന്റെ അടുത്തേക്കാണ്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൻ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇതിനകത്ത് സാമുവലിനെ കൂടാതെ മറ്റൊരാൾ കൂടെയുണ്ട്. അയാളാണ് സാമുവലിനെ തുറന്നു വിട്ടിരിക്കുന്നത്. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ചേ പറ്റൂ. അതിനുവേണ്ടി 4 പേരും അവരെ സെർച്ച് ചെയ്തിറങ്ങി. അവർ 2 ടീമായിട്ട് 2 ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ലോറയും പ്രൊക്കോഫും ഇപ്പൊ താഴത്തെ കമ്പാർട്ട്മെന്റിലേക്ക് ഇറങ്ങി. അവരവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഡെക്ട് ഓപ്പൺ ആണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്കായിരിക്കും സാമുവൽ പോയിട്ടുണ്ടാവുക എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ലോറ വേഗം തന്നെ ആ ഡെക്റ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. അങ്ങനെ കുറെ ദൂരം അതിലെ പോയി കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയോ പെട്ടികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ലോറ ഇപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ അവളുടെ പുറകിലേക്ക് ചാടി വീഴുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ പ്രൊക്കോഫ് അവനെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അയാൾക്ക് വെടികൊണ്ട് കഴിയുമ്പോൾ ലോറ ഇപ്പൊ അയാളെ മറച്ചിട്ടിട്ട് അത് ആരാണെന്ന് ചെക്ക് ചെയ്തു. പക്ഷെ അവർ വിചാരിച്ച പോലെ അത് സാമുവൽ ആയിരുന്നില്ല. അത് മറ്റൊരു മനുഷ്യനാണ്, താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയെടുത്തത്. അത് ആരാണെന്ന് നമുക്ക് മനസ്സിലായതുമില്ല. 2 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ മരിച്ചു കഴിയുമ്പോൾ ലോറ വേഗം ആ ബോക്സ് ഓപ്പൺ ചെയ്തു. അതിനകത്തുണ്ടായിരുന്നത് കുറെ ഫോട്ടോസ് ആണ്. ഇപ്പൊ മരിച്ചു കിടക്കുന്ന ആളുടെ ഫോട്ടോയും ആ കൂട്ടത്തിലുണ്ട്. അത് മറ്റാരുമല്ല, ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു തീവ്രവാദി ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിന്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ക്ലോസ്, അവനാണത്. അവന്റെ ഫോട്ടോ കൂടാതെ സാമുവലിന്റെ ഫോട്ടോ അതിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവര് ഫ്രണ്ട്സ് ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഇതൊന്നും കൂടാതെ ഒരു ടാബും ഒക്കെ കിട്ടി. അതിലൊരു വീഡിയോയില് ഈ സാമുവലും ഉണ്ടായിരുന്നു, അവന്റെ കൂടെ ക്ലോസും ഉണ്ടായിരുന്നു. ഭൂമി മൊത്തം നശിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ, എങ്കിലും പൂർണ്ണമായിട്ട് എല്ലാ ഭാഗങ്ങളും നശിച്ചിട്ടില്ല. അവിടെ ജീവിക്കാൻ പറ്റുന്ന കുറെ ഭാഗങ്ങളുണ്ട്. അതെല്ലാം ഇവർ 2 പേരും കൂടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവര് 2 പേരെ കൊണ്ട് ഭൂമി ഒരിക്കലും പഴയതുപോലെ ആക്കിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിനിവർക്ക് കുറെ കൂടെ ആൾക്കാരെ വേണം. എന്നാൽ ആൾക്കാരുള്ളതോ ആ സ്പേസ് സ്റ്റേഷനിലോ ആണ്. അതുകൊണ്ട് അവരെ എല്ലാവരെയും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവരാം. അതിനു വേണ്ടിയിട്ടാണ് തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ പണിക്ക് ഇറങ്ങിയത്. ഇങ്ങനെയുള്ള ചില വിഷ്വൽസ് ആണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഇപ്പൊ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. സാമുവൽ ഈ ക്ലോസും നല്ല ആൾക്കാരാണ്. അങ്ങനെ അവൾ തിരിച്ച് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ലിൻഡയും വെസ്പൂക്കിയും കൂടെ ഇപ്പൊ സാമുവലിനെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്.
അവരിപ്പോൾ അവനെ വല്ലാണ്ട് ഉപദ്രവിക്കുകയാണ്. ലോറയ്ക്കാണെങ്കിൽ അവനെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ അവൾ കണ്ടെത്തിയ കാര്യങ്ങളൊന്നും അവൾ ആരുടെ അടുത്തും പറയുന്നില്ല. ഈ സമയം ലോറയൊന്നും നോക്കിയതിനു ശേഷം സാമുവൽ ഇപ്പോൾ അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ റിയ എന്ന് പറയുന്നത് ഒരു ഗ്രഹമല്ല, അതൊരു സിമുലേഷനാണ്. ആ കുയിപ്പർ എന്റർപ്രൈസസ് നിങ്ങൾ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയ എന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട്, പക്ഷെ നമുക്കാർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കത്തുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു സിമുലേഷൻ ഉണ്ടാക്കിയത്. നമ്മളിപ്പോൾ പോകുന്ന സ്റ്റേഷൻ 42 ഉണ്ടല്ലോ, അവിടെയാണ് റിയ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ സിമുലേഷൻ ഉള്ളത്. ഇപ്പൊ റിയയിൽ ജീവിക്കുന്നുണ്ടെന്ന് പറയുന്ന ആൾക്കാരെല്ലാം ആ സിമുലേഷന്റെ അകത്ത് സ്റ്റേഷനിലാണ് കിടക്കുന്നത്. അവരെല്ലാവരും ഒരു ക്രയോസ്ലീപ്പിലായിരിക്കും. എന്നാൽ അവരെ സംബന്ധിച്ചിട്ട് അവർ ക്രയോസ്ലീപ്പിലല്ല, അവർ റിയ എന്ന് പറയുന്ന ലോകത്തിലാണ്. അതിൽ ഇത്രയും കാര്യങ്ങൾ അവൻ പറയുമെങ്കിലും ലിൻഡ അത് വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ റിപ്ലൈ അയക്കുന്നത്? നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടാറുണ്ടല്ലോ. ലിൻഡയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ സാമുവൽ പറയുന്നത് ഇതെല്ലാം ആ സിമുലേഷന്റെ ഭാഗമാണ്. നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സിമുലേഷനിൽ നിന്ന് തന്നെ റിപ്ലൈ അയക്കാൻ പറ്റും. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് സാമുവൽ പറയുന്നത്. പക്ഷേ ലിൻഡ അത് വിശ്വസിക്കുന്നില്ല. അവൻ അവിടുന്ന് പിടിച്ചോണ്ട് പോകാനാണ് ലിൻഡ ഇപ്പോൾ ഓർഡർ ഇടുന്നത്. എന്നാൽ അവനെ കൊണ്ടുപോകുന്ന വഴിക്കും അവനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കുയിപ്പർ നിങ്ങളെല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ വീണ്ടും വാസയോഗ്യമാക്കി മാറ്റാൻ പറ്റും എന്ന് ബാക്കിയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുയിപ്പറുകാരുടെ ഒരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ടാണ് ഈ സിമുലേഷൻ ഉണ്ടാക്കി എല്ലാവരും അവർ പറ്റിക്കുന്നത് എന്നൊക്കെയാണ് അവരിങ്ങനെ വിളിച്ചു പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരവനവിടെ കൊണ്ടുപോകുമ്പോൾ ലോറ ഇപ്പം സാമുവലിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചു. നീയാണോ ക്യാപ്റ്റനെയും യോഷിതയും കൊന്നതെന്ന്? അതേക്കുമ്പോൾ അതെല്ലാം ക്ലോസിന്റെ പരിപാടിയാണ് എന്നാണ് സാമുവൽ പറയുന്നത്. അവൻ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ പ്രൊക്കോഫും വെസ്പോക്കിയും വേഗം തന്നെ അവനവിടുന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ അവരവനവിടുന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ ലിൻഡി ഇപ്പോൾ ലോറയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൾ പറയുന്നത്, നീ ആ പെൺകുട്ടിയുടെ ആ പോടൊക്കെ തിരിച്ചാക്കിയോ? ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം അവളെ കൊണ്ട് തിരിച്ചാക്ക്, എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ക്രയോസ്ലീപ്പിലേക്ക് കിടക്കേണ്ടതാണ് എന്നാണ് ലിൻഡ പറയുന്നത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ലിൻഡയുടെ കാര്യത്തിൽ ലോറയ്ക്കും ഡൗട്ട് വന്നു തുടങ്ങി. ഈ ലിൻഡയും ആ കുയിപ്പറിന്റെ ആളാണ്, ഇവക്കും സത്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ടാണ് അവൾ സാമുവലിനെ എതിർക്കുന്നത്. ആ കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അവളുടെ തോക്കെടുക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ലിൻഡ തോക്കെടുത്തു. അതുകൊണ്ട് തന്നെ ലോറയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ലോറയെ അവിടെ കെട്ടിയിട്ടിട്ട് ലിൻഡ കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. സാമുവൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റിയ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്, പക്ഷെ നമ്മൾ മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ജീവിക്കാൻ പറ്റുന്ന മറ്റൊരു ഗ്രഹം കണ്ടെത്താൻ പറ്റും. പക്ഷെ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ വിശ്വസിക്കത്തില്ല. അവർക്ക് ജീവിതത്തിന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണ്ടേ? അതുകൊണ്ടാണ് റിയ എന്ന് പറയുന്ന സിമുലേഷൻ ഉണ്ടാക്കിയത്. ആ സിമുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ റിയ എന്ന് പറഞ്ഞ ഒരു ലോകം സത്യമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന മറ്റൊരു പ്ലാനറ്റ് കണ്ടെത്തുന്നവരെയെങ്കിലും ആ സിമുലേഷൻ സത്യമാണെന്ന് തന്നെ അവർ വിശ്വസിച്ചോട്ടെ. എന്നാൽ ലിൻഡ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലോറയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അപ്പൊ ആ സിമുലേഷനിലുള്ള ആൾക്കാരൊക്കെ അവർ യഥാർത്ഥത്തിൽ സിമുലേഷനിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതേക്കുമ്പോൾ ഒരിക്കലും അവരങ്ങനെ മനസ്സിലാക്കത്തില്ല. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനും ആ സിമുലേഷനിൽ കടന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം എന്നൊക്കെയാണ് ലിൻഡ പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടും ലോറയുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഇല്ല. അവളുടെ മുഖത്ത് ഇപ്പോഴും ദേഷ്യമാണ്. ഇനിയിപ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന കാര്യം ലിൻഡയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ലിൻഡ ഇപ്പോൾ അവളോട് പറയുന്നത്, അപ്പൊ ഞാൻ പറഞ്ഞൊന്നും നിനക്ക് കേൾക്കാൻ പറ്റത്തില്ലല്ലേ? ഇനിയിപ്പോൾ എനിക്കൊരൊറ്റ വഴിയുള്ളൂ, നിന്നെ ആ സാമുവലിനെ കൊന്നുകളയാം. നമ്മുടെ ക്യാപ്റ്റൻ മരിച്ചല്ലോ, നിങ്ങൾ കാരണമാണ് ക്യാപ്റ്റൻ മരിച്ചതെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിൽ ഒഴിവാവാനും പറ്റും. ലിൻഡ അത്രയും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതും പെട്ടെന്ന് പ്രൊക്കോഫും വെസ്പോക്കിയും അങ്ങോട്ട് വന്നു. അവർ രണ്ടുപേരും തോക്കെടുത്തിട്ടുണ്ട്. സാമുവൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞവരെ മനസ്സിലാക്കി. അതുകൊണ്ട് ഇവര് രണ്ടുപേരും ഇപ്പൊ സാമുവലിന്റെയും ലോറയുടെയും കൂടെ കൂടിയിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ലിൻഡയെ പിടിച്ചിട്ട് ആ ക്രയോപോഡിലേക്ക് കടത്തി. ഈ സമയം പ്രൊക്കോഫും വെസ്പോക്കിയും മാത്രമേ അവിടെയുള്ളൂ. എന്നാൽ ഇവരുടെ പ്ലാന് മറ്റൊന്നാണ്. എന്തായാലും ഈ സ്പേസ് ഷിപ്പിൽ നിന്നിട്ടും തിരിച്ച് സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ടും ഒരു കാര്യം ഇവർക്കില്ല, ദുരിത ജീവിതമാണ്. അതുകൊണ്ട് ഇവർ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ആ സിമുലേഷനിൽ കയറി കൂടാനാണ്. ഉറക്കത്തിലാണെങ്കിലും നല്ലൊരു ജീവിതം ജീവിക്കാലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവരിപ്പോൾ ഒരു മീറ്റിംഗ് കൂടി. എങ്ങനെയെങ്കിലും ലോറയുടെ സിസ്റ്ററിനെ രക്ഷിക്കണം, അവൾ ആ സിമുലേഷന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി സാമുവൽ ഇപ്പം ആ സ്പേസ് സ്റ്റേഷന്റെ ഒരു ബ്ലൂ പ്രിന്റ് എടുത്തു. എന്നിട്ട് അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അരീനയുടെ അടുത്ത് നേരിട്ട് ചെന്നിട്ട് കാര്യം പറയാൻ ആ സിമുലേഷന്റെ അകത്തേക്ക് കയറണം. പക്ഷെ ഒരാൾക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 പേര് വേണം ആ സ്റ്റേഷന്റെ അകത്തേക്ക് പോകാൻ. ഇപ്പൊ സാമുവലും ലോറയാണ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ആ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർ ഇപ്പം സഞ്ചരിക്കുന്ന സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ, അത് ആ സ്റ്റേഷൻ 42ലേക്ക് ഡോക്ക് ചെയ്യണം. അതിനുശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷേ ഈ സ്പേസ് ഷിപ്പ് ആ സ്റ്റേഷനിലേക്ക് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവരുടെ സ്പേസ് ഷിപ്പിനകത്തുള്ള മനുഷ്യരുടെ ആ പോഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അൺലോഡ് ആവാൻ തുടങ്ങും ഡോക്ക് ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ. അതായത് അതല്ല, ഈ സ്പേസ് ഷിപ്പിൽ നിന്നും ഓട്ടോമാറ്റിക് ആയിട്ട് ആ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകും. അൺലോഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഇവരുടെ ഈ സ്പേസ് ഷിപ്പ് തിരിച്ച് യാത്ര ചെയ്യാനും തുടങ്ങും. അതുകൊണ്ട് 1/2 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം. ഇവർക്കാണെങ്കിൽ വേറെയും ചില കാര്യങ്ങൾ കൂടെ പ്ലാനിലുണ്ട്. അങ്ങനെ ഇവർ 2 പേര് ആ സ്പേസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവരുടെ കയ്യിൽ ആ സിമുലേഷന്റെ ഒരു ഡിവൈസ് ഉണ്ട്. അവിടെ ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്ന് കഴിയുമ്പോൾ സാമുവൽ അത് ലോറയ്ക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ പിന്നെ അവൾ ആ സിമുലേഷനിലേക്ക് എൻ്റർ ആവും. ലോറ ആ സിമുലേഷനിലേക്ക് കയറുന്നത് അവളുടെ സിസ്റ്ററിനെ കാണാൻ വേണ്ടി മാത്രമല്ല, അവിടെ ചെന്നിട്ട് അവൾ ഭൂമിയിലേക്ക് ഒരു മെസ്സേജ് അയക്കണം. അതായത് ഭൂമിക്ക് മുകളിലുള്ള ആ സ്പേസ് സ്റ്റേഷനിലുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക്, അതായത് റിയ എന്ന് പറഞ്ഞൊരു ലോകമില്ല, അതൊരു സിമുലേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട്.
അത് അവിടെ നിന്ന് അയച്ചാൽ മാത്രമേ അവർ വിശ്വസിക്കത്തുള്ളൂ. ലോറ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സാമുവൽ നേരെ പോകുന്നത് അരീനയുടെ പോഡ് എവിടെയാണ് കിടക്കുന്നത് നോക്കാനാണ്. എന്നിട്ട് അവളെ കണ്ടെത്തി അവളെ തിരിച്ചെടുത്തതിന് ശേഷം ആ സ്പേസ് സ്റ്റേഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സിമുലേഷന്റെ ആന്റിനെ അങ്ങോട്ട് നശിപ്പിച്ച് കളയണം. പിന്നെ സിമുലേഷനിൽ നിന്നും ഒരു മെസ്സേജും ഭൂമിയിലേക്ക് പോകത്തില്ല. മാത്രമല്ല ആ സ്റ്റേഷനിൽ ഇപ്പൊ സിമുലേഷനിലുള്ള ആൾക്കാരൊക്കെ സേഫ് ആയിട്ട് അതിനകത്ത് തന്നെ ഉണ്ടാവും. ആകെ അരീനേനെ മാത്രമാണ് അവർ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവരുടെ ആ സ്പേസ് ഷിപ്പ് ഇപ്പം RH-278 എന്ന ഗ്രഹത്തിന്റെ അടുത്തെത്തി. അതിന്റെ ഓർബിറ്റിലാണ് സ്റ്റേഷൻ 42 ഉള്ളത്. ഷിപ്പ് ഇപ്പം അതിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ലോറയും സാമുവലും കിടന്നുകൊണ്ടൊരു ഡിസ്കഷനിലാണ്. അവളിപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ ഭൂമിയെ നമുക്ക് പഴയതുപോലെ തന്നെ ആക്കാൻ പറ്റും എന്നൊക്കെ ഒരു ഉറപ്പാണെന്നാണ്. അതേക്ക് നാം പറയുന്നത് പിന്നെന്താ നിനക്ക് ഇത്ര സംശയം? അത് നമ്മുടെ ഭൂമിയല്ലേ, അതിനെന്ത് പറ്റിക്കഴിഞ്ഞാലും അത് ഉറപ്പായിട്ടും തിരിച്ചു വരും. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതാണ്. ആ കാര്യം ഓർത്ത് നീ ഒരു ടെൻഷനും അടിക്കണ്ട എന്നാണ് സാമുവൽ പറയുന്നത്. അവൻ അത്രയും ഉറപ്പ് കൊടുക്കുമ്പോൾ അവൾക്കും കോൺഫിഡൻസ് ആയി. പക്ഷെ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ആ സിമുലേഷനിലുണ്ട്. അതിലെവിടെയായിരിക്കും ലോറയുടെ സിസ്റ്റർ കിടക്കുന്നതെന്നാണ്. മാത്രമല്ല ഇനിയിപ്പോൾ അവളെ കണ്ടെത്തി കഴിഞ്ഞാലും അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പരുവത്തിലാണോ എന്ന കാര്യത്തിൽ അവർക്കൊരു ഉറപ്പുമില്ല. കാരണം ഒരുപാട് വർഷമായിട്ട് അവൾ ആ സിമുലേഷനിൽ കിടക്കുകയാണ്. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ സ്പേസ് ഷിപ്പ് ഇപ്പം ആ സ്പേസ് സ്റ്റേഷനിലേക്ക് ഡോക്ക് ചെയ്തു. ഇനിയിപ്പോൾ 30 മിനിറ്റിനകം അതിനകത്ത് കാർഗോസ് ഒക്കെ അൺലോഡ് ചെയ്യാൻ തുടങ്ങും. ഈ സമയം തന്നെ ലോറയും സാമുവലും ഇപ്പൊ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ സ്യൂട്ടൊക്കെ അവർ ധരിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ആ പെൺകുട്ടി ഉണ്ടല്ലോ അവൾ അങ്ങോട്ട് വരുന്നത്. അവൾ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളുടെ കാര്യം ഒന്ന് ശരിയാക്കട്ടെ, നീ അപ്പോഴേക്കും പോയിക്കോ, ഞാൻ നിന്റെ പുറകെ വന്നോളാന്നും പറഞ്ഞിട്ട് ലോറ ആ പെൺകുട്ടി എടുത്തോണ്ട് അവിടെ പോയി. ഈ സമയം തന്നെ പ്രൊക്കോഫും വെസ്പൂക്കിയും നേരെ പോയിരിക്കുന്നത് സ്പേസ് ഷിപ്പിനകത്ത് ആ ആൾക്കാർ കിടക്കുന്ന ചാമ്പർ ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്കാണ്. എങ്ങനെയെങ്കിലും അതിനുള്ളിൽ കയറി പറ്റിയിട്ട് അവിടെ ഇപ്പൊ സ്ലീപ്പിലായിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതിൽ 2 പേരെടുത്തിട്ട് വെളിയിലേക്ക് കളയണം. എന്നിട്ട് അവരുടെ സ്ഥാനത്ത് ഇവർക്ക് കയറി കിടക്കണം. ഇതാണ് അവരിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്നാൽ അവർ നോക്കുമ്പോൾ ആ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. അതിന് ആക്സസ് കാർഡ് വേണം. ഇനിയിപ്പോൾ ആക്സസ് കാർഡ് കിട്ടാൻ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് ആ ലിൻഡയുടെ ആക്സസ് കാർഡാണ്. അതെടുക്കാൻ വേണ്ടി അവൾ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് പോകണം. ഈ സമയമാകുമ്പോഴേക്ക് സാമുവൽ ആണെങ്കിൽ ആ സ്പേസ് ഷിപ്പിന്റെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവനിപ്പം ആ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ധരിച്ചിരിക്കുന്ന ഈ സ്യൂട്ട് ഉണ്ടല്ലോ അതിന് ഈ ത്രസ്റ്ററുകളുണ്ട്, ചെറിയ ത്രസ്റ്ററുകൾ. അത് ഓണാക്കിയിട്ടാണ് അവൻ ആ സ്യൂട്ടും കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു ബാറ്ററിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ സമയം തന്നെ പ്രൊക്കോഫ് ആണെങ്കിൽ ലിൻഡ കിടക്കുന്ന ആ ക്രയോപോഡിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവൻ ആ ലിക്വിഡിന്റെ അകത്തേക്ക് കൈയിട്ടിട്ട് അവളുടെ ആക്സസ് കാർഡ് ഇങ്ങോട്ട് എടുക്കുകയാണ്. നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ അത് എടുത്തപ്പം അവന്റെ കൈയാണെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് മരവിച്ചു പോവുകയും ചെയ്തു. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ഈ സമയം അവൻ അറിയാതെ മറ്റൊരു കാര്യം സംഭവിച്ചു. അവൻ കൈയിട്ടപ്പം ആ ലിക്വിഡ് കണ്ടാമിനേറ്റ് ആയി. അതുകൊണ്ട് ഉടനെ തന്നെ ലിൻഡ എഴുന്നേക്കും. ഈ സമയം വെസ്പൂക്കി നേരെ പോയിരിക്കുന്നത് ആ സ്പേസ് ഷിപ്പിലെ കൺട്രോൾ റൂമിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ വയർലെസ് വഴി പ്രൊക്കോഫ് അവനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 30 മിനിറ്റിനുള്ളിലാണല്ലോ ആ കാർഗോസ് ഒക്കെ അൺലോഡ് ആവാൻ പോകുന്നത്. ആ 30 മിനിറ്റ് കുറച്ചിട്ട് അത് 10 മിനിറ്റ് ആക്കി വെക്കാനാണ് പ്രൊക്കോഫ് ഇപ്പോൾ വിളിച്ചു പറയുന്നത്. അതിനെ തുടർന്ന് വെസ്പൂക്കി ആണെങ്കിൽ ആ ടൈം മാറ്റുകയും ചെയ്തു. ഇനിയിപ്പോൾ 10 മിനിറ്റിനകം അതെല്ലാം അൺലോഡ് ആവും. ഈ കാര്യങ്ങളൊന്നും ലോറയും അറിഞ്ഞിട്ടില്ല, സാമുവലും അറിഞ്ഞിട്ടില്ല. ഇതേസമയം തന്നെ ലോറയാണെങ്കിൽ അവളുടെ സ്യൂട്ടൊക്കെ ഇട്ട് റെഡിയായി. എന്നാൽ ഈ സമയത്താണ് അവൾക്ക് ഒരു പ്രശ്നം വരുന്നത്. അവളുടെ സ്യൂട്ടിലുള്ള ആ ബാറ്ററി ഉണ്ടല്ലോ ആ ത്രസ്റ്റർ വർക്ക് ചെയ്യിക്കാനുള്ളത് അതിന് വളരെ കുറച്ച് ചാർജേ ഉള്ളൂ. അവൾക്ക് അതുമായിട്ട് അവന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. പക്ഷെ അവിടുന്ന് തിരിച്ചു വരാൻ പറ്റത്തില്ല. ആ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അവളിപ്പോൾ സാമുവലിനെ വിളിച്ചു. എന്നാൽ കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ കേൾക്കുന്നില്ല. ബാറ്ററിന്ന് മാത്രം അവൻ കേട്ടു. ഈ സമയം സാമുവൽ ആണെങ്കിൽ ആന്റിന ഉണ്ടല്ലോ ഈ സിമുലേഷനിൽ നിന്നും ഭൂമിയിലേക്ക് മെസ്സേജ് അയക്കുന്ന അതിന്റെ അടുത്താണ് നിൽക്കുന്നത്. അവനിപ്പോൾ ഒരു ബോംബ് എടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്തു. ഇവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അത് തകർത്ത് കളയാൻ വേണ്ടി. ഈ സമയം തന്നെ പ്രൊക്കോഫും വെസ്പൂക്കിയും ആ കാർഗോന്റെ അടുത്തേക്ക് എത്തി. എന്റെ ആ ആക്സസ് കാർഡ് വെച്ച് അത് ഓപ്പൺ ചെയ്തിട്ട് വേഗം തന്നെ അവരകത്തേക്ക് കയറാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ അവരുടെ കാര്യം സേഫായി. ഈ സമയമാകുമ്പോഴേക്കും ലോറയും ആ സ്പേസ് ഷിപ്പിന്റെ വെളിയിലേക്ക് ഇറങ്ങി. അവളിപ്പോൾ സാമുവലിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ കാർഗോസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് അൺലോഡ് ചെയ്യാൻ 4 മിനിറ്റ് 45 സെക്കൻഡാണ് ബാക്കിയുള്ളത്. അങ്ങനെ ലോറ ആ ത്രസ്റ്റർ ഓണാക്കി പതുക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങി. എന്നാൽ കുറച്ചപ്പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ അതിന്റെ ബാറ്ററി ഒക്കെ ലോ ആയി. അതുകൊണ്ട് അവൾക്ക് അതിന്റെ കൺട്രോൾ കിട്ടുന്നില്ല. അതിനിടയിൽ അവൾ സാമുവലിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ എവിടെ നിന്നും അവന്റെ റിപ്ലൈ കിട്ടുന്നില്ല. ഈ സമയമാകുമ്പോഴേക്ക് സാമുവൽ ആണെങ്കിൽ ആ സ്റ്റേഷനകത്തെ ആ പോഡുകളുടെ അടുത്തേക്ക് എത്തി. ഇനി പെട്ടെന്ന് തന്നെ ലോറയുടെ സിസ്റ്ററിനെ കണ്ടെത്തണം. അതിനുള്ള ശ്രമത്തിലാണ് അവൻ. അവൻ വിചാരിച്ച പോലെ അധികം സമയമൊന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെ അവൻ അവളെ കണ്ടെത്താൻ പറ്റി. എന്നാൽ അവൻ അവിടെ നോക്കുമ്പോൾ അവളുടെ മുഖത്തെ തൊലിയൊക്കെ പൊളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ ശരീരത്തിന്റെ അവസ്ഥയും ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് അവൾ അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവൾ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നതാണ് അവൾക്ക് നല്ലത്. അങ്ങനെ അവൻ വേഗം തന്നെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ അവൻ നോക്കുമ്പോൾ കുറെ മുന്നിലായിട്ട് അവന് ലോറയെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവൻ പെട്ടെന്ന് ലോറയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവളെ പിടിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ സ്പേസ് ഷിപ്പിനകത്താണെങ്കിൽ ക്രയോസ്ലീപ്പിലായിരുന്ന ലിൻഡ എഴുന്നേറ്റു. അങ്ങനെ സാമുവൽ ലോറയും കൊണ്ട് ഒരു പില്ലറിന്റെ അപ്പുറത്തേക്ക് വന്നു. ഇവിടെ വെച്ചിട്ടാണ് ആ സിമുലേറ്ററിലേക്ക് കയറാനുള്ള ഡിവൈസ് അവളുടെ സ്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അവൻ അവളുടെ സിസ്റ്ററെ കണ്ടെത്തിയ കാര്യമൊക്കെ പറഞ്ഞു. അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നൊക്കെ. എന്നാൽ ആ കേബിൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവരുടെ സ്പേസ് ഷിപ്പിൽ നിന്നും ആ കാർഗോസ് ഒക്കെ അൺലോഡ് ആവാൻ തുടങ്ങി. അത് അൺലോഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ സ്പേസ് ഷിപ്പ് തിരിച്ചു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പണി കിട്ടുകയും ചെയ്യും. ഇത് പ്രൊക്കോഫിന്റെയും വെസ്പൂക്കിയുടെയും പണിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി.
ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ ആകെയുള്ളത് 7 മിനിറ്റാണ്. അതിനുള്ളിൽ ഇവൾ ആ സിമുലേഷനിലേക്ക് കയറി അരീനെ പോയി കാണുകയും വേണം, ഭൂമിയിലേക്ക് ആ മെസ്സേജ് അയക്കുകയും വേണം. അങ്ങനെ ലോറ ഇപ്പൊ പെട്ടെന്ന് തന്നെ ആ സിമുലേഷനിലേക്ക് എൻ്ററായി. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നത്. ശരിക്കും ഭൂമിയിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് അവൾക്കതിൽ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സെക്കൻഡുകൾ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം അവൾ അവിടെ നടക്കാൻ തുടങ്ങി. ഈ സമയം തന്നെ സിമുലേറ്ററിന്റെ വെളിയിലാണെങ്കിൽ സാമുവൽ ഇപ്പം അവളുടെ സ്യൂട്ടിൽ നിന്നും ആ ബാറ്ററി എടുത്തു മാറ്റി എന്നിട്ട് മറ്റൊരു ബാറ്ററി അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അവൾക്ക് ആ ബാറ്ററി വെച്ചിട്ട് തിരിച്ച് ആ സ്പേസ്ഷിപ്പിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ സിമുലേഷന്റെ അകത്ത് ലോറ ഇപ്പോൾ ഒരു വീടിന് മുമ്പിലേക്ക് എത്തി. ഇതാണ് അരീനയുടെ വീട്. അങ്ങനെ അവൾ ചെന്നിട്ട് അവിടുത്തെ വാതിലിന് മുട്ടുമ്പോഴാണ് അരീന വെളിയിൽ നിന്ന് അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ലോറ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ അരീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ഓടി ചെന്നിട്ട് ലോറയെ കെട്ടിപ്പിടിച്ചു. മാത്രമല്ല നിങ്ങളുടെ ആന്റി വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് 2 മക്കളെ അങ്ങോട്ട് വിളിച്ചു. എന്നാൽ ലോറയെ സംബന്ധിച്ച് അവളാണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തിലാണ്. അരീനയുടെ അടുത്ത് ഇപ്പൊ സത്യമൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വരാം, നീ ഇവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് കുറെ ദൂരം അവൾ ഓടി. എന്റെ ഒരു മരത്തിന്റെ അവിടെ എത്തുമ്പോൾ അവൾ അവിടെ നിന്നു. എന്നിട്ട് വേഗം തന്നെ അവളുടെ റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസ് എടുക്കുകയാണ്. എന്നിട്ട് അവൾ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. എന്റെ പേര് ലോറ പോർട്ട്മാൻ. ഇതാണ് റിയയിൽ നിന്നുള്ള അവസാനത്തെ മെസ്സേജ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ റിയ ഒരു സ്വർഗമൊന്നുമല്ല, അതൊരു സിമുലേഷനാണ്. അതിനുള്ള തെളിവുകളൊക്കെ ഞങ്ങൾ കാണിക്കാം. ആ കുയിപ്പർ എന്റർപ്രൈസസ് നമ്മളെല്ലാവരെയും പറ്റിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു. റിയ എന്ന ഗ്രഹത്തെക്കുറിച്ച് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കളവാണ്. പക്ഷെ അതോർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് റിയ എന്ന് പറഞ്ഞ ഗ്രഹം ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഭൂമി ഉണ്ടല്ലോ, ഭൂമിയെ നമുക്ക് പഴയതുപോലെ ആക്കാൻ പറ്റും. അതിനുള്ള തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പഴയതുപോലെ തന്നെ സുഖമായിട്ട് തന്നെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. ഇനി റിയയിൽ നിന്നും ആരും നിങ്ങളെ കോൺടാക്ട് ചെയ്യത്തില്ല. ഇവിടുത്തെ ആന്റിനെ ഞങ്ങൾ തകർക്കാൻ പോവാണ്. ഇത്രയും കാര്യങ്ങളാണ് അവൾ ആ മെസ്സേജിൽ പറയുന്നത്. അതിന് തുറന്ന് അവൾ ആ സിമുലേഷനിൽ നിന്ന് വെളിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ അവൾ നോക്കുമ്പോൾ അവിടെ മുമ്പിൽ സാമുവൽ നിൽക്കുന്നുണ്ട്. സാമുവൽ ഇപ്പോൾ അവളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പേസ്ഷിപ്പ് ഉടനെ തന്നെ സ്റ്റാർട്ടാവും, അതുകൊണ്ട് നീ വേഗം അങ്ങോട്ട് ചെല്ല്. എനിക്ക് വരാൻ പറ്റത്തില്ല, നീ ഒറ്റയ്ക്ക് പോകണം. ഒറ്റയ്ക്ക് പോകാനോ? നീ എന്തൊക്കെ സാമുവൽ പറയുന്നത്? അതെന്താ നിനക്ക് വന്നാ? വരാൻ പറ്റില്ല ലോറ. നിന്റെ സ്യൂട്ടിലെ ബാറ്ററി തീർന്നു പോയില്ലേ? അത് ഞാൻ മാറ്റി. എന്റെ സ്യൂട്ടിലെ ബാറ്ററിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ വരാത്തോണ്ട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് അവിടെ പോയിട്ട് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നീ വേഗം പോകാൻ നോക്ക്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു വിഷമം വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു തീരുമ്പോഴാണ് ആ സ്പേസ്ഷിപ്പ് സ്റ്റാർട്ട് ആവുന്നത്. പക്ഷെ അതിന്റെ ആ പ്രൊപ്പൽഷനിൽ വല്ലാത്തൊരു എനർജി അങ്ങോട്ട് വരുന്നുണ്ട്. അത് അവരുടെ നേർക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സാമുവൽ ഇപ്പൊ ലോറയും പിടിച്ചൊരൊറ്റ ചാട്ടം ചാടുകയാണ്. അതിനെ തുടർന്ന് അവർ നേരെ പോകുന്നത് ആ ഗ്രഹത്തിന്റെ അടുത്തേക്കും. അങ്ങനെ കുറെ ദൂരം കറങ്ങി അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ സാമുവൽ അവളെ പുറകിലേക്ക് ഒരൊറ്റ തള്ളുകളാണ്. അതിനെ തുറന്ന് സാമുവൽ ആ ഗ്രഹത്തിലേക്ക് വീഴുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും സ്പേസ്ഷിപ്പ് റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. അത് കണ്ടതും അവൾ വേഗം തന്നെ അവളുടെ സ്യൂട്ടിലെ ത്രസ്റ്റർ ഓണാക്കി. എന്നിട്ട് പെട്ടെന്ന് ആ സ്പേസ്ഷിപ്പിലേക്ക് പോവാണ്. അങ്ങനെ അത് അവളെ പാസ് ചെയ്ത് പോകുമ്പോഴേക്കും കഷ്ടപ്പെട്ട് അവൾ അതിന്റെ എയർലോക്കിൽ കയറി പിടിച്ചു. ഈ സമയം സ്പേസ്ഷിപ്പ് ആണെങ്കിൽ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ആ സ്പേസ്ഷിപ്പ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആ ആന്റിലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ബോംബ് ഉണ്ടല്ലോ, അത് പൊട്ടിത്തെറിക്കുകയാണ്. ഇനി ഒരിക്കലും ഇവിടെ നിന്നും ഭൂമിയിലേക്ക് ഒരു മെസ്സേജ് പോകത്തില്ല. അങ്ങനെ സ്പേസ്ഷിപ്പിന്റെ അകത്തേക്ക് കയറിയതിന് ശേഷം ലോറ കുറച്ച് സമയം അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു, സാമുവലിന്റെ കാര്യം ഓർത്തിട്ട്. അതിൽ ഈ സമയത്താണ് അതിനകത്തുള്ള ആ പെൺകുട്ടിയുടെ കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. അവൾ വേഗം തന്നെ എഴുന്നേറ്റ് ആ പെൺകുട്ടിയുടെ റൂമിലേക്ക് ചെന്നു. എന്നാൽ അവൾ നോക്കുമ്പോൾ ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ആ ലിൻഡ അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ടതും ആ പെണ്ണ എവിടെയെന്നും ചോദിച്ചിട്ട് ലോറ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറേ സമയം ഈ ഫൈറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ ലോറ ലിൻഡയെ ഒരു കമ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് ആക്കിയിട്ട് അതിന്റെ ഡോർ ക്ലോസ് ചെയ്യാണ്. അങ്ങനെ ലിൻഡയുടെ കാര്യങ്ങൾ ഡീലാക്കിയതിനു ശേഷം ലോറ അടുത്തായിട്ട് പോകുന്നത് ആ പെൺകുട്ടിയെ അന്വേഷിച്ചാണ്. അവൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അവൾ അവിടെ ഡൈനിങ് റൂമിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ലോറയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു. അങ്ങനെ 4 വർഷത്തെ യാത്ര കൂടെ കഴിഞ്ഞാൽ അവൾ ഇനി ഭൂമിയിലേക്ക് തിരിച്ചെത്തും. ഇനി കാണിക്കുന്നത് ഭൂമിക്ക് മുകളിലുള്ള സ്പേസ് സ്റ്റേഷനകത്ത് ലോറ അയച്ച മെസ്സേജ് പ്ലേ ആവുന്നതാണ്. അതിലവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അന്തം വിട്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവിടെയുള്ള എല്ലാവരും. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.